السلام عليكم ورحمة الله وبركاته. الحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. لا إله إلا الله الموجود بكل زمان. لا إله إلا الله المعبود بكل مكان. لا إله إلا الله المعروف بكل إحسان. لا إله إلا الله المذكور بكل لسان. لا إله إلا الله كل يوم هو في شأن. لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان ومن شر الشيطان. يا قديم الإحسان يا غفور يا غفار. മുത്ത് റസൂൽ വീട്ടുമുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തെന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ ഞാൻ താമര തോൽക്കുന്ന ത്വാഹ തൻ്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. പാരം ചുമന്ന് നടന്നേനെ ഞാൻ. ബദറിൽ ശരങ്ങൾ തടുത്തേനെ ഞാൻ. 14 നൂറ്റാണ്ട് പിമ്പന്തിന് പാപി മണ്ണിൽ പിറന്നു വീണു. പുണ്യ റസൂലിൻ്റെ പദപങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. പാപി മണ്ണിൽ പിറന്നു വീണു. അഭിവന്ദരായ സയ്യിദ് ഉസ്താദ് അവറുകളെ, ഇസ്ലാമി ഉസ്താദ് അവറുകളെ, ബഹുമാനരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കാരുണ്യവാനും ദയാഭരണമായ തമ്പുരാൻ നമ്മെ സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നുണ്ടാവട്ടെ. ആമുഖമൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നലെ നസീഹത്ത് കഴിഞ്ഞ് പോയതിനു ശേഷം റൂമിൽ വന്ന് ഒരു ചെറിയ കുട്ടി പറഞ്ഞു, ആ വളയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന്. മുഹമ്മദ് അസ്ഹർ എന്ന് പറയുന്ന പൊന്നുമോൻ അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.
ആരും ചോദിച്ചില്ല. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ പറയാതെ പോയതാണ്. അപ്പോൾ നമുക്കത് പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖിലാഫത്തിനു ശേഷം സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലം ഇസ്ലാമിക സേന കിസ്റയെ കീഴടക്കാൻ വേണ്ടി മദായിൻ പുഴയുടെ അപ്പുറത്തേക്ക് പടയോട്ടം നടത്തി. അതിനു മുമ്പ് ഹജ്ജത്തുൽ വിദാഇൽ പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പുണ്യനബിയെ കൊല്ലാൻ ശ്രമിച്ച സുറാഖത്ത് ഇബ്നു മാലിക് എന്ന മഹാൻ മുസ്ലിമാവുകയുണ്ടായി. പിന്നീട് എപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത്രേ, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. ഈ വാക്ക് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഒരു മന്ത്രം പോലെ പറഞ്ഞു നടക്കാറുണ്ട്. പുണ്യനബിയുടെ പ്രവചനം ഉള്ള വാക്ക്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ഭരണകാലം മദായിൻ പുഴയുടെ അങ്ങേയറ്റത്ത് പോയി മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സേന കിസ്റ സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി ആ കോട്ട പിടിച്ചെടുത്തു. ഇസ്ലാമിക സേന വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചു. ഗനീമത്ത് മുതലായി കോട്ടയുടെ ഉള്ളിലുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോ അതായിരിക്കുന്നു അതേ കിസ്റായുടെ കസേരക്ക് താഴെ വജ്രവും ഗോമേദകവും മരതകവും യാക്കൂത്തും വൈഡൂര്യവും പവിഴവും മുത്തും പതിച്ചു നിൽക്കുന്ന ഒരു പെട്ടി. അത് തുറന്നു നോക്കാതെ സഅദ് ഇബ്നു അബീ വഖാസ് മദീനയിൽ കൊണ്ടുവന്നു. അമീറുൽ മുഅ്മിനീന്റെ തിരുഹളറത്തിൽ ഹജറാക്കി ഗനീമത്ത് മുതൽ വീതിച്ചു കൊണ്ടിരിക്കവേ തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഖലീഫ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആ പെട്ടിയൊന്ന് കുത്തി തുറന്നു. അതായിരിക്കുന്നു 2 തങ്കത്തരിവളകൾ. അത് വടി കൊണ്ട് കുത്തിപ്പിടിച്ചിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, ഐന സുറാഖ, എവിടെയാ സുറാഖ? സദസ്സിന്റെ പിറകിൽ നിന്ന്, സഹാബത്തിന്റെ പിറകിൽ നിന്ന് സുറാഖത്ത് ഇബ്നു മാലിക് മുന്നിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ നിന്ന് വിറക്കുകയാണ്. ആ ചുണ്ടുകൾ വിതുമ്പി വിറക്കുകയാണ്. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, സുറാഖ, കൈ നീട്ടു സുറാഖ. അമീറുൽ മുഅ്മിനീന്റെ മുന്നിലേക്ക് കൈ നീട്ടിയപ്പോൾ ആ കൈ കിടന്നു വിറക്കുകയാണ്. ആ സ്വർണത്തിന്റെ തങ്കത്തരിവളകൾ കിസ്റ സാമ്രാജ്യത്തിന്റെ അധിപൻ ദർബാർ കൂടുമ്പോൾ അണിയാറുള്ള വള, അതേ പരമദരിദ്രനായ സുറാഖ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അതങ്ങ് വെച്ചു കൊടുത്തപ്പോ അവിടുന്ന് വിളിച്ചു പറയുകയാണ്, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. അല്ലാഹുവിന്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് ഹിജ്റയുടെ വേളയിൽ പറഞ്ഞ വചനം വിളിച്ചു പറഞ്ഞ് പൊട്ടി പൊട്ടിക്കരഞ്ഞിട്ട് അവിടുന്ന് പറയുകയാണ്, അമീറുൽ മുഅ്മിനീൻ, എന്റെ മുത്തുനബി കാണാനില്ലല്ലോ. ആരംഭ പ്രവാചകരെ വെട്ടാൻ വാളുകൊണ്ട് പോയവനാ ഞാൻ.
അന്ന് അല്ലാഹുവിന്റെ ഹബീബ് അത് പറയുമ്പോ ഞാൻ മുസ്ലിമാ, എനിക്ക് വിശ്വാസം വന്നിരുന്നില്ല. പിന്നെ മുസ്ലിമായപ്പോ ഞാൻ കാത്തിരുന്നു പുണ്യനബിയുടെ പ്രവചനമൊന്ന് പുലരാൻ. എന്റെ ഹബീബ് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു സുറാഖത്ത് ഇബ്നു മാലിക്. പിന്നെ മാസങ്ങൾ കടന്നുപോയി. അവിടുന്ന് മദീന ബസാറിലൂടെ നടന്നു പോകുമ്പോ ഒരു മന്ത്രം പോലെ പറയുമത്രേ, കൈഫ ബിക യാ സുറാഖ ഇദാ ലബിസ്ത സിവാറൈ കിസ്റാ. മരണത്തിന്റെ വേദനയിലും അവിടുന്ന് വിളിച്ചു പറഞ്ഞിരുന്നു അത്രേ, കൈഫ ബിക യാ സുറാഖ. അങ്ങനെയാണ് ആ ചരിത്രം പുലരുന്നത്, മുത്തുനബിയുടെ പ്രവചനം പുലരുന്നത്. അല്ലാഹു ആ മഹാന് സ്വർഗത്തിൽ കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യത്തിൽ സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പ്രഭാഷകരെല്ലാം ഈ ഹിജറയുടെ ചരിത്രം പറയുമ്പോൾ കൊല്ലാൻ വേണ്ടി വന്നു, പിന്നെ റസൂലുള്ളാഹി പോയി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ പിന്നെ ചരിത്രത്തിൽ ആ മഹാന് റോളൊന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു സുറാഖ എന്ന് കേൾക്കുമ്പോൾ ദേഷ്യം വന്നു, കാരണം നബിയെ കൊല്ലാൻ വന്ന ആളല്ലേ എന്ന്. പക്ഷേ അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്. അതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു വന്ന ചരിത്രം. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുമ്പോൾ തന്നെ മനുഷ്യരോട് നമുക്കൊരു ബാധ്യതയുണ്ട്. മുത്തുനബിയോടുള്ള ബാധ്യതയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മാതാപിതാക്കളോട് ബാധ്യതയുണ്ട്, അവർക്ക് മക്കളോട് തിരിച്ചു ബാധ്യതയുണ്ട്. ഭർത്താവിന് ഭാര്യയോട് ബാധ്യതയുണ്ട്, അവർക്ക് തിരിച്ചു ബാധ്യതയുണ്ട്. നമ്മുടെ ഗുരുവര്യന്മാരോട് ബാധ്യതയുണ്ട്, സമൂഹത്തോട് ബാധ്യതയുണ്ട്, അയൽവാസികളോട് ബാധ്യതയുണ്ട്. ഈ ബാധ്യതകൾ നിർവഹിക്കുമ്പോഴാണ് ഒരാൾ മുഅ്മിൻ കാമിലായി മാറുന്നത്. അല്ലാഹുവിനോടുള്ള ബാധ്യത മുഴുവൻ നിർവഹിക്കുകയും മാതാപിതാക്കളോടോ നേരത്തെ പറഞ്ഞവരോടോ ഉള്ള ബാധ്യത നിർവഹിക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ അമലിന്റെ സ്വീകാര്യത കുറവായിരിക്കും. നോക്കൂ, അല്ലാഹു പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقضى ربك ألا تعبدوا إلا إياه. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന് അല്ലാഹു കൽപ്പിച്ചു. 1,24,000 വരുന്ന പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞത് അക്കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത്ര ഗൗരവമുള്ള ഒരു വിഷയം പറഞ്ഞിട്ട് അല്ലാഹു തൊട്ട ഉടനെ പറയുന്നത് എന്താ? നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്നൊന്നുമല്ല. പിന്നെ പറഞ്ഞത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ. തൊട്ട ഉടനെ പറഞ്ഞ കാര്യം അതാ. അപ്പോഴേ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ചില കാര്യങ്ങളുടെ സ്വീകാര്യത ചിലത് കൂടി ചെയ്യുമ്പോഴാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത്. ഒരാൾ മാതാവിനെ വിഷമിപ്പിക്കുന്നു, പിതാവിനെ ഉപദ്രവിക്കുന്നു, എന്നിട്ട് അവൻ നിസ്കരിക്കുന്നു, അത് ഫലം കിട്ടുന്ന അമലായി മാറില്ല എന്നാണ് ഇത് തമ്മിൽ ബന്ധിപ്പിച്ചതിന്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കാർക്കെങ്കിലും പ്രായാധിക്യമുള്ള മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളോ ഉണ്ടായിരുന്നാൽ വലാ തഖുൽ ലഹുമാ ഉഫ്. ഉഫ് എന്ന് പോലും നിങ്ങൾ അവരോട് പറയല്ലേ. പരിശുദ്ധ ഖുർആൻ ഉഫ് എന്ന് പോലും മാതാപിതാക്കളോട് പറയാൻ പാടില്ല. ഉഫ് എന്ന് പറഞ്ഞാൽ
ചേ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ആ ഗൗരവം പോലും ആ വാക്കിനില്ല. അതിനേക്കാൾ നിസ്സാരമായ ഒരു പ്രയോഗം മാതാവിനെ പിതാവിനെ നടത്തിയാൽ അത് അല്ലാഹുവിന്റെ ഉത്തരവിനെതിരാവും. കണ്ണുകൊണ്ടൊന്ന് എക്സ്പ്രഷൻ കാണിച്ചാൽ മതി, പുരികമൊന്ന് ദേഷ്യം കൊണ്ട് വളച്ചാൽ മതി, മൂക്കൊന്ന് ചെരിച്ചാൽ മതി, ചുണ്ടൊന്ന് കനപ്പിച്ചാൽ മതി, രൂക്ഷമായൊന്ന് നോക്കിയാൽ മതി മാതാവിനെ പിതാവിനെ. അതൊക്കെ ഉഫെന്ന പരിധിയിൽ വരുന്നതാ. അതുകൊണ്ട് ചെയ്യല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തൻഹർഹുമാ, നിങ്ങൾ അവരോട് പരുഷമായി പെരുമാറല്ലേ. ദേഷ്യപ്പെട്ട് പെരുമാറരുത് മാതാപിതാക്കളോട്, അവരോട് മയത്തിൽ പെരുമാറണം. ഇവിടെ ഏതായാലും അക്കാര്യത്തിലൊക്കെ നന്മ പുലർത്തുന്ന ആളുകളാണെന്നാണ് കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത്. കേരളത്തിലാണെങ്കിൽ ഇവിടുന്ന് നേരെ തിരിച്ചു പോകണില്ല, കാരണം ഞാൻ അങ്ങനെയൊക്കെ പറയണം. കേരളത്തിലാണെങ്കിൽ ചിലപ്പോഴൊക്കെ വാപ്പ 2-3 പറഞ്ഞ എന്തായി തന്തക്ക് അല്ലാഹു കാക്കുമാറാകട്ടെ, അങ്ങനെയൊക്കെ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു കളയും. ചെറിയ കൊച്ചു പിള്ളേര് +2-നും SSLC-ക്കൊക്കെ പഠിക്കുന്ന പിള്ളേര് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ ഉമ്മാന്റെ നെഞ്ചത്ത് കയറി ചവിട്ടാൻ തുടങ്ങും. എത്രയോ റിപ്പോർട്ടുകൾ. എന്നിട്ട് ഇവരൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. വലാ തൻഹർഹുമാ, നിങ്ങൾ അവരോട് പരുഷമായി പെരുമാറല്ലേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ആദരവിന്റെ വചനമല്ലാതെ, റെസ്പെക്റ്റിന്റെ വാക്കല്ലാതെ മാതാപിതാക്കളോട് പറയല്ലേ. പരിശുദ്ധ ഖുർആൻ. കൊച്ചുനാളിൽ നമ്മൾ ഉപ്പായുടെ കയ്യ് പിടിച്ചൊരു കാലമില്ലേ. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവരെ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദ്വീപിലെ നിങ്ങളുടെ കുട്ടിക്കാലമെന്ന് ഓർക്കുമോ നിങ്ങള്? ഇതുപോലെ മനോഹരമായ വീടുകളില്ലാത്ത കാലം, മത്സ്യബന്ധനത്തിന് പോയി ഉപജീവനം കണ്ടെത്തിയ കാലം, ഗവൺമെന്റ് എംപ്ലോയികൾ ഇല്ലാത്ത കാലം, ഇവിടെ സമൃദ്ധമായി വളരുന്ന ഈ തേങ്ങ ഉണക്കി കൊപ്രയാക്കി വിറ്റ് നഴിഞ്ഞിരുന്ന ഒരു കാലം. അന്ന് പിതാവുണ്ടായിരുന്നില്ലേ. ഷർട്ട് പോലും ഇടാതെ നടന്നുപോയ പിതാക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കന്മാർ എന്തോരം പ്രയാസപ്പെട്ട, എന്തോരം ദുരിതം സഹിച്ച ഈ കടലിന്റെ അലമാലകളോട് കഥ പറഞ്ഞു കിടക്കുന്ന, കരയുമായി ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഈ തുരുത്തില് നിങ്ങളെ വളർത്തി വലുതാക്കാൻ, നിങ്ങളെ ജീവിപ്പിക്കാൻ, നിങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ പ്രയാസപ്പെട്ട ഉപ്പ ഇപ്പൊ ഖബറിലാ. ഒന്നാലോചിച്ചു നോക്കുമോ? ഇന്ന് കുറച്ചൊക്കെ സമ്പാദ്യമായില്ലേ, നിങ്ങളുടെ മക്കളൊക്കെ ഗവൺമെന്റ് എംപ്ലോയികളായില്ലേ, ജോലിയുള്ളവരായില്ലേ. ഇതൊന്നുമില്ലാത്ത കാലത്ത്, പട്ടിണിയുടെ പരിവട്ടത്തിന്റെ കാലത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ ആ ബാപ്പ ഖബറിലാ. ആ കുട്ടിക്കാലമൊന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഉപ്പ നമ്മുടെ കൈ പിടിച്ചിട്ട് ഈ കടലിന്റെ ലഗൂണിന്റെ സമീപം പോയിട്ട് അറ്റം കാണാത്ത കടലിന്റെ മറുവശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് വർത്തമാനമേറെ പറഞ്ഞില്ലേ. വേലിയിറക്കമുണ്ടാകുമ്പോ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ കൈ പിടിച്ച് ഇറങ്ങി നടന്നില്ലേ. തിരിച്ചു വരാത്ത ഓർമ്മകളാ, മടങ്ങി വരാത്ത കാലമാ, കണ്ണുനീര് പൊടിയുന്നില്ലേ ഓർക്കുമ്പോ? ഈ സമൃദ്ധിയുടെ കാലത്ത്, കുറച്ചൊക്കെ നല്ല കാലത്ത് പാപ്പച്ചി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാ എന്റെ ഉമ്മയൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ കൊതിച്ചു പോകുന്നില്ലേ? പ്രിയ
പ്രിയപ്പെട്ടവരെ, അന്ന് ഒരുപാട് വർത്തമാനം പറഞ്ഞു. ഉപ്പ നമ്മളെ വഴിക്കണ്ണുമായി കാത്തിരുന്നില്ലേ പാവമുമ്മ. ഇതുപോലെ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ളവരാ, മക്കളോട് വലിയ സ്നേഹമുള്ളവരാ. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും ഉത്തരം പറഞ്ഞില്ലേ. ഇപ്പൊ വാപ്പാക്ക് വയസ്സായപ്പോ മറ്റുമോനെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഈ ഇരിക്കുന്ന വാപ്പമാർ ഇവരും നിങ്ങളെ അങ്ങനെ വളർത്തിയവരാ. നിങ്ങൾ വലുതായല്ലേ, നിങ്ങൾ MBA പഠിച്ചു അല്ലേ, നിങ്ങൾ BBA പഠിച്ചു അല്ലേ, നിങ്ങൾ ഗവൺമെന്റ് എംപ്ലോയി ആയി അല്ലേ, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി വലിയ സമ്പന്നനായി അല്ലേ. എന്നിട്ട് ഈ ബാപ്പാക്ക് പ്രായമായി, നടക്കാൻ കഴിയുന്നില്ല, രോഗമാണ്, ഉമ്മ പ്രായാധിക്യത്തിലാണ്. വീടിന്റെ മുന്നിൽ ഒരു നിഴല് കാണുമ്പോ ഉമ്മച്ചി ചോദിക്കും ചിലപ്പോ, എന്താണ് കാണുന്നത്? ഉപ്പ ചോദിക്കും ചിലപ്പോ, എന്താണ്, ആരാണ് പോകുന്നത്? ദേഷ്യപ്പെട്ടില്ലേ നമ്മള്? മറുപടി പറയാനും വെറുപ്പായില്ലേ നമുക്ക്? പൊന്നുമോനെ, ഒന്നിനുമാകാത്ത കാലത്ത് ഈ ബാപ്പയാടാ നിന്നെ വളർത്തിയത്, ഈ ഉമ്മയാണ് വളർത്തിയത്. ഇപ്പൊ +2 പഠിക്കുന്ന പൊന്നുമക്കളെ, നിങ്ങൾ അറിയുന്ന കാലവും നിങ്ങൾ അനുഭവിക്കുന്ന ലോകവും വല്ലാത്ത ഭയാനകമായ ലോകമാ. കേരളക്കരയിൽ പോയി പഠിക്കാൻ പോയിട്ടുള്ള പൊന്നു സഹോദരിമാരെ, പൊന്നു സഹോദരന്മാരെ, അസാംസ്കാരത്തിന്റെ സാംസ്കാരിക ജീർണതയുടെ വിളനിലയമായി കേരളത്തിന്റെ നഗരങ്ങൾ മാറുകയാ. എറണാകുളം പട്ടണം മാറുകയാ, കോഴിക്കോട് നഗരി മാറുകയാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ മാറിക്കൊണ്ടിരിക്കുകയാ. ആ സംസ്കാരം പഠിച്ചിട്ട്, ആ തിന്മ പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഉമ്മാനെ വേദനിപ്പിക്കല്ലേ മുത്തേ, ബാപ്പാനെ വിഷമിപ്പിക്കല്ലേ പൊന്നേ. വലാ തൻഹറുഹുമാ, പരുഷമായി പെരുമാറല്ലേ എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാ. വഖുല്ലഹുമാ ഖൗലൻ കരീമാ, ആദരവിന്റെ വചനമല്ലാതെ, റെസ്പെക്റ്റിന്റെ വാക്കല്ലാതെ മാതാപിതാക്കളോട് പറയല്ലേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മാ. നിങ്ങൾ അവർക്ക് അനുഗ്രഹത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണമേ. എന്തൊരു മനോഹരമായ പദപ്രയോഗമാ അല്ലാഹു നടത്തുന്നത്. റഹ്മത്തിന്റെ ചിറക് താഴ്ത്തേണമേ. വീടിന്റെ പറമ്പിലൂടെ കോഴിയും കുഞ്ഞുങ്ങളും നടന്നു പോകുമ്പോ പരുന്തുറാന്താൻ വന്നാല്, അതെ, റാഞ്ചി എടുക്കാൻ വന്നാല് ഇവിടെ പരുന്ത് വരുമോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ അങ്ങനെയാ. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകള് നിമിഷാർദ്ധം കൊണ്ട് റാഞ്ചിയെടുത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. അതിനെ കണ്ട അമ്മക്കിളിയില്ലേ, തള്ളക്കോഴി തന്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിക്കോ. കുഞ്ഞുങ്ങളെ അങ്ങ് ചേർത്തു പിടിച്ചിട്ട് നിന്നൊരു നിൽപ്പുണ്ട്. അള്ളാഹു പറയുന്ന വാക്ക് കണ്ടോ, ചിറക് താഴ്ത്തി കൊടുക്ക്. എന്താണത്? അവരെ സംരക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാ. അപകടങ്ങളിൽ നിന്ന് കാക്കേണ്ടത് നിന്റെ ചുമതലയാ. അവർക്ക് അനുഗ്രഹം ചെയ്യേണ്ടത് നിന്റെ ചുമതലയാ. ചിറക് സ്വാതന്ത്ര്യത്തിന്റെ അടയാളം കൂടിയാ. ഈ വാനത്തിലേക്ക് പറന്നു പോകുന്ന പറവകള് ചിറക് കൊണ്ടാണ് പറന്നു പോകുന്നത്. അപ്പോൾ അത് സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാ. പാപ്പാക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, ഉമ്മാക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. വീടിന്റെ റൂമിന്റെ ഉള്ളിൽ തളച്ചിട്ടിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാൻ കഴിയാതെ, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാകും ഇതൊക്കെ. പക്ഷേ പൊന്നു ഹബീബിങ്ങളെ, കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ഇത് നിത്യസംഭവമാ. വൃദ്ധസദനങ്ങൾ അധികരിച്ചു വരികയാണ്. യതീംഖാനകളെ പോലെ ബാപ്പാനെ താമസിപ്പിക്കാൻ, ഉമ്മയെ താമസിപ്പിക്കാൻ മന്ദിരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കോഴിക്കോട് മെഫ്യൂസൽ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് സ്നേഹാലയം എന്ന് പറയുന്ന
ഒരു വൃദ്ധസദനമുണ്ട്, തന്താര തള്ളാരെ കൊണ്ട് ഇടുന്ന വൃദ്ധസദനം. ഞാൻ അവിടെ സന്ദർശിച്ചതാ. ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റഡ് ഡിവിഷൻ എന്ന് പറയുന്ന, ഇബാദ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടനയുടെ ഭാഗമായി അവിടെ പോയപ്പോ കൽപ്പറ്റയിലെ മേപ്പാടിയിലെ ഒരു ഹാജിയാരും ഭാര്യയും അവിടെയുണ്ട്. മഹബൂബീങ്ങളെ, അയാള് കരയാൻ തുടങ്ങി. 8 കൊല്ലമായി അവിടെ കഴിഞ്ഞോണ്ടിരിക്കുകയാണവര്. കരഞ്ഞ് തളർന്ന മനുഷ്യൻ പറഞ്ഞു, 8 കൊല്ലത്തിന്റെ ഉള്ളിൽ മകനെ കണ്ടിട്ടില്ല, മോളെ കണ്ടിട്ടില്ല. MBA അവൻ പഠിച്ചത് ലണ്ടനിലാ, അവിടെ തന്നെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. ഒരു മോളെ കല്യാണം കഴിച്ചത് മധ്യ കേരളത്തിൽ ഒരു ജില്ലയിലേക്കാ. പക്ഷേ ഇവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ മാസം ഫീസ് അയച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണമാണ്, നല്ല പരിചരണമാണ്, സുഖകരമാണ് ജീവിതം. പക്ഷേ തന്റെ പേരക്കുട്ടിയുടെ മുഖമൊന്ന് കാണാ, തന്റെ പൊന്നുമോളുടെ മുഖമൊന്ന് കാണാ, ഒരു പെരുന്നാളിന് പോലും ഒരു ഫോണ് പോലും ചെയ്യാറില്ല. കരഞ്ഞ് തളർന്നു കിടക്കുന്ന പൊന്നുപ്പയുണ്ട്. മോമിനീങ്ങളെ, അല്ലാഹു ഈ പവിഴ ദ്വീപിനെ അത്തരം അപകടങ്ങളിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഉപ്പാനെ സ്നേഹിക്കുന്ന, ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കളാക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ റൂമിൽ വന്നൊരു ഒരു സഹോദരൻ പൊട്ടിക്കരഞ്ഞോ. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ കയ്യിലിരുന്ന അത്തറുകുപ്പി വിറവിറച്ചു. പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു, ഉപ്പാക്കൊന്ന് ദുആ ചെയ്യണേ. ആ ചിന്തകൾ ഈ സമൂഹത്തിൽ വളരട്ടെ. അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. ഒരൊറ്റ ആയത്തിൽ അല്ലാഹു 5 കാര്യങ്ങളാ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞത്. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഖാല അല്ലാഹു അസ്സ വജൽ. മാഷാ അല്ലാഹ്. ഇങ്ങനെ ഗൗരവമുള്ള ഒരു പരാമർശം ഖുർആനിൽ വേറുണ്ട് മോമിനിങ്ങളെ. തൗഹീദ് പറഞ്ഞ തൊട്ട ഉടനെ പറഞ്ഞ 5 കാര്യങ്ങൾ. പുതിയ തലമുറയോടാണ് ഞാനിത് പറയുന്നത്. ഒരു വാക്കുകൊണ്ട് മാതാവിനെ എതിർത്താൽ, പിതാവിനെ എതിർത്താൽ, വല്ലാഹി സത്യം 2 ലോകവും നഷ്ടമായിരിക്കും. 2 ലോകവും നഷ്ടമായിരിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്. 3 ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ത്വാഹ റസൂലുള്ളാഹി. ദഅവത്തിൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ നമ്മെ ഒരാൾ ഉപദ്രവിച്ചു, നമ്മൾ തിരിച്ചൊന്നും പറയാതെ അള്ളാഹുവിനോട് പറയാ, ക്ഷമിക്കുകയാണ് നല്ലത്. അഥവാ പറയുകയാണെങ്കിൽ അള്ളാഹു അതിന്റെ ഉത്തരം തരുമെന്നത് ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുക. ഒരാൾ വന്ന് അബൂബക്കർ തങ്ങളെ ചുമ്മാ ദേഷ്യം പിടിപ്പിച്ചു. ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. വല്ലാതെ ചീത്ത വിളിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇരുന്ന് ചിരിച്ചു. മുത്തുനബി അപ്പുറത്ത് ഇരുന്ന് ചിരിച്ചു. ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ മുത്തുനബി ഇരുന്ന് ചിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷമ അങ്ങ് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ച് 2 ഡയലോഗ് തിരിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തുനബി ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. അവിടത്തെ മനോഹരമായ മുഖകമലം ദേഷ്യം കൊണ്ട് ചുമന്നു. ഇറങ്ങി നടന്നു അവിടുന്ന്. അബൂബക്കർ തങ്ങൾ പിന്നാലെ പോയി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ദേഷ്യപ്പെട്ടു പോകുന്നത് നബിയേ? അയാൾ എന്നെ ചീത്ത വിളിച്ചപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നബിയേ, എന്റെ അടുത്ത് തെറ്റു വന്നിട്ടില്ലല്ലോ നബിയേ. അപ്പൊ പുണ്യ നബി പറഞ്ഞു, അബൂബക്കറെ, നിങ്ങളെ അയാള് ചീത്ത വിളിക്കുമ്പോ ഒരു മലക്ക് നിങ്ങളുടെ സമീപം ഇരിക്കുന്നുണ്ടായിരുന്നോ? അയാൾ നിങ്ങളെ തെറി പറയുമ്പോ ഒരു മലക്കിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മിണ്ടാതിരുന്നപ്പോ ആ മലക്കാണ് മറുപടി പറഞ്ഞിരുന്നത്, മുഹമ്മദ് മുസ്തഫ
അവസാനം നിങ്ങൾ 2 വാക്കിന് മറുപടി തിരിച്ചു പറഞ്ഞപ്പോ മലക്കെഴുന്നേറ്റ് പോയി. പിശാച് അവിടെ വന്നിരുന്നു. പിശാച് ഇരിക്കുന്നിടത്ത് മുഹമ്മദിന് ഇരിക്കാൻ കഴിയില്ല എന്ന് ത്വാഹ റസൂലുള്ളാഹി. ആലോചിച്ചൊക്കെ, നമ്മൾ ആരെങ്കിലും തെറി പറയുകയാണെങ്കിൽ തൽക്കാലം ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ, ഇല്ലെങ്കിൽ ദ്വയറുന്നാ മതി. അപ്പൊ അയാൾക്ക് കിട്ടി. അപ്പൊ കിട്ടിയില്ല, മരിക്കണേന്റെ മുമ്പ് കിട്ടുന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഉത്തരം കിട്ടും, മരണത്തിന് ശേഷമല്ല, മരിക്കണേന്റെ മുമ്പ് കിട്ടും. മലക്ക് തിരിച്ചു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വാപ്പ വിളിച്ചപ്പോൾ അന്റെ വാപ്പയുടെ എന്ന് മലക്ക് പറഞ്ഞു എന്നൊന്നും അതിനർത്ഥമില്ല. പകരം മലക്ക് ശാപത്തിന്റെ പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് തെറി പറയുന്ന ആൾക്കെതിരെ. നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് പരീക്ഷിച്ചു നോക്കുക. നമ്മുടെ വിഷയം അതല്ല. രണ്ടാമത്തെ വദഅവത്തിൽ മുസാഫിരി, യാത്രക്കാരന്റെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ വിദൂര യാത്ര ചെയ്യുന്നവരാ. കടലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്താൽ അതിന് ഉത്തരമുണ്ട്. അതല്ലേ നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ദ്വാരപ്പിക്കുന്നത് കൊണ്ടല്ലേ. ആ സമയത്തിൽ ദുആക്ക് ഉത്തരവുണ്ട്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉംറക്ക് വേണ്ടി പോകുമ്പോൾ മുത്തുനബി അവിടത്തെയോട് പറയുന്നുണ്ട്, ലാ തൻസാനി മിൻ സാലിഹി ദുആഇക്, എന്നെ മറന്നു പോകല്ലേ യാ ഉഖയ്യ, എന്നെ മറന്നു പോകല്ലേ കൊച്ചു കൂട്ടുകാര, സഹോദര എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? വദഅവത്തിൽ വാലിദൈൻ അലാ വലദിഹിമാ, മക്കൾക്കെതിരെ മാതാപിതാക്കളുടെ ദുആ ഉത്തരമുണ്ട് മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ഉമ്മമാരെ ദേഷ്യം പിടിച്ചാലൊന്നും കുട്ടികളെ പെട്ടെന്ന് ദ്വാരന്ന് കളയരുത്. ഇവിടെ അങ്ങനെ സ്റ്റൈൽ ഉണ്ടോ എന്നൊക്കെ അറിയില്ല. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടോ അറിയില്ല എന്ന് പറയണൊക്കെ അറിയാത്ത കാരണം ഉണ്ടാക്കും. കേരളത്തിലൊരു സ്റ്റൈൽ ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചിട്ട് പണ്ടറക്കാലം നീ നസറാണ്, ഞങ്ങളുടെ ഉമ്മാര് ഓരോ ഡയലോഗാണ് കൊച്ചുകുട്ടികളോട്. ഇനി ആ ഭാഷ അല്ലെങ്കിലും നിങ്ങളുടെ മഹൽ ഭാഷയിൽ എന്തൊക്കെയും വിളിക്കുന്നുണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കണം ഉമ്മമാരെ, ചിലപ്പോൾ അള്ളാഹു ദുആ ആക്സെപ്റ്റ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. ആ ടൈം അങ്ങോട്ട് യോജിച്ചു വന്നാൽ പിന്നെ അവൻ കുരുത്തം കെട്ടവനിൽ തന്നെ ആയി മാറും. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടും തമാശക്കൊന്നും മക്കൾക്കെതിരെ ദുആ ചെയ്യരുത്. അങ്ങനെ ദുആ ചെയ്യേണ്ട ഒരു അവസരം പൊന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യരുത്. നമ്മൾ ഇന്നാള് മിനിഞ്ഞാന്ന് മഹാനായ ഉവൈസുൽ ഖർനി തങ്ങളുടെ കഥ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോൾ എത്രയോ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തുകൊണ്ടാണ് ആ മഹാൻ റസൂലുള്ളാഹി ദുആ വസിയത്ത് ചെയ്യപ്പെടുമാർ വലിയ മഹാനായത്? ഉമ്മായെ പരിചരിച്ചതിൻ്റെ പേരില്ല. ഞാൻ ആ കഥ പറയുന്നില്ല, ഇന്ന് പെട്ടെന്ന് നിർത്തണമെന്ന് തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞാൻ കഥകളിലേക്ക് പോകുന്നില്ല. ദുആ ചെയ്തതിന്റെ ഫലമാണ്, മാതാവിന്റെ ദുആയുടെ ഫലം, മുത്തുനബിയെ സ്നേഹിച്ചതിന്റെ ഫലമാണ് ഉവൈസുൽ ഖർനി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യിപ്പിക്കാൻ മാത്രം വലിയ മഹത്വത്തിൽ എത്തിപ്പെട്ടത്. അപ്പോൾ മക്കൾക്കെതിരെ ദുആ ചെയ്താൽ അത് ഫലിക്കുന്നതാണ്, അപകടമുണ്ടാക്കുന്നതാണ്. രണ്ട് ലോകത്ത് പകരു പോകുന്നു. ഇപ്പൊ ചില ആൾക്കാരുണ്ടല്ലോ, എന്ത് ബിസിനസ് ചെയ്താലും പൊട്ടും, എന്ത് നല്ല കാര്യം ചെയ്താലും പൊട്ടും, എന്ത് ചെയ്താലും പൊട്ടും. ആകെ ദുരിതം, പ്രയാസം, ബുദ്ധിമുട്ട്. ചിലപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ആകാം. അതല്ലെങ്കിൽ പിന്നെ പരിശോധിക്കേണ്ടത് 2 കാര്യങ്ങളായി. 1, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ. 2, ഗുരുവര്യന്മാരെ ബുദ്ധിമുട്ടിച്ചാൽ. ഇത് 2ഉം വിഷമാണ്. അറിഞ്ഞു കഴിച്ചാലും അറിയാതാകത്ത് എന്നാലും മരണം ഉറപ്പാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചാൽ ഉറപ്പ് അവൻ ദുരിതത്തിന്റെ കയത്തിൽ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾ എത്ര കോഴിമുട്ട സംഭാവന ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ അരികിൽ പോയി പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിക്ക്. മരിച്ചുപോയെങ്കിൽ അവരുടെ ഖബറിന്റെ സമീപം പോയി ദുആ ചെയ്യ്. എങ്കിൽ ഒരുപക്ഷെ അള്ളാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇതന്നെയാണ് ഗുരുവര്യന്മാരോടുള്ള പ്രശ്നം. അവർക്കെതിരെ ചെയ്താൽ, അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ, ജീവിതകാലം മുഴുവൻ
കാരണമുണ്ടായാലും ഇല്ലെങ്കിലും വെറുതെ നമ്മൾ ഭാരമേൽക്കേണ്ടി വരും. അതാണിത് രണ്ടും പ്രശ്നമാണെന്ന് പറയാൻ കാരണം. ഒരാളുടെ ഖൈറിനെ തടയുന്ന 18 കാര്യങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 കാര്യങ്ങൾ. അതിൽ 3 പറയുന്നത് മാതാപിതാക്കളോടും നമ്മുടെ ഉസ്താദുമാരോടും ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരാൾക്ക് ദുരിതം, കഷ്ടപ്പാട്, പട്ടിണി, ഫഖർ, ദാരിദ്ര്യം ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ 18 കാര്യമുണ്ടാകും. 18 കാരണങ്ങളുണ്ടെന്ന് മഹാന്മാർ. ഞാൻ ഓടിച്ചു പറഞ്ഞു പോകാം, വിശദീകരിക്കുന്നില്ല. 1, കസറത്തുൻ നൗം, ഉറക്കം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ടെൻഷന് കാരണമാ, ദാരിദ്ര്യത്തിന് കാരണമാ, ദുരിതത്തിന് കാരണമാ. ചുമ്മാ ഉറങ്ങിക്കൊണ്ടേയിരിക്കുക. ഉറങ്ങാനൊക്കെ ഒരു സമയം പറഞ്ഞിട്ടില്ലേ? സുന്നത്തായ ഉറക്കത്തിന്റെ ടൈം പോലും പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. 2, അന്നൗമു ഉരിയാന, വിവസ്ത്രനായി ഉറങ്ങിക്കിടക്കുന്നത് ഫഖറിന് കാരണമാകുമേ. വസ്ത്രമില്ലാതെ സ്വന്തം വീട്ടിലാണെങ്കിലും അങ്ങനെ കിടക്കാൻ പാടില്ല. 3, അൽ അകലു ജുനുബാ, ജനാബത്തുകാരനായി ഭക്ഷണം കഴിക്കൽ ദാരിദ്ര്യത്തിന് കാരണമാണ്. കുളിക്കാതെ ഒരാൾ പെട്ടെന്ന് കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്ത നമസ്കാരത്തിന്റെ സമയം ഖളാ ആകുന്നതിന് മുമ്പ് കുളിച്ചാൽ മതി ജനാബത്തുകാരൻ. പക്ഷേ അതിന്റെ ഇടയിൽ ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, കുളിക്കാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകുന്നതാണ്. 4, സുപ്രയിൽ നിന്ന് വീണ ഭക്ഷണം ഒരു ശ്രദ്ധയും കൂടാതെ ഉപേക്ഷിച്ചു കളയുക എന്നുള്ളത്. ഉമ്മമാരെ, സുപ്രയിൽ വീണ ഭക്ഷണം ഒരു ശ്രദ്ധയും കൂടാതെ കുപ്പയിലേക്ക് ഇടുക എന്നത് ദാരിദ്ര്യത്തിന് കാരണമാണ്. 5, രാത്രിയിൽ ഒരാൾ വീട് അടിച്ചു വാരിയാല് അത് ദാരിദ്ര്യത്തിന് കാരണമാകും. അവന്റെ വീട്ടിലെപ്പോഴും പ്രയാസവും ദുരിതവും ടെൻഷനും കൂട്ടത്തിലുണ്ടാകും. 6, വൽ മശീ അമാമൽ മശായിഖി, ഉസ്താദുമാരുടെ മുന്നിലൂടെ നടന്നു പോകൽ അത് ദാരിദ്ര്യത്തിന്റെ ഫഖറിന്റെ കാരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയവുമായി ബന്ധമുള്ള പ്രയോഗമാണ്. നമ്മുടെ മാതാപിതാക്കൾ നടന്നു പോകുമ്പോ, നമ്മുടെ ഗുരുവര്യന്മാര് നടന്നു പോകുമ്പോ അവരുടെ മുന്നിൽ കയറി നടക്കാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അവന് ദാരിദ്ര്യം വിട്ടൊഴിയാതെ കൂടെയുണ്ടാകുമെന്നാണ്. മഹാന്മാരൊക്കെ അത് വല്ലാതെ പാലിച്ചതാണ്. ഒരിക്കൽ മുത്തുനബി മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ കുറെ പ്രായമുള്ളവരും അബൂബക്കർ തങ്ങളും ഇങ്ങനെ നടന്നു വരികയാണ്. മുത്തുനബി ഉറക്കെ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്ന ആ പ്രകാശം തട്ടിയ ലോകമില്ലേ, ആ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാരിൽ ഏറ്റവും ഖൈറാ അബൂബക്കറിന് സിദ്ദീഖ്. അതുകൊണ്ട് അബൂബക്കറിന്റെ മുന്നിൽ നിങ്ങൾ നടക്കല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഇവിടെ വന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ചില ആൾക്കാർ ഈ ബൈക്കുമ്പോൾ ഈ പള്ളിയുടെ മുമ്പ് കൂടെ പാസ് ചെയ്യും. ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് അവിടെ ഒരു മക്ബർ ഉണ്ട് എന്നാണ്. ഇല്ലേ, അവിടെ ഒരു മക്ബർ ഇല്ലേ? ഉണ്ടാ, എന്തെങ്കിലും ഉണ്ടാത്ത്. ഞാൻ മിഞ്ഞാത്ത തോഴക്കണം, ഒരു മക്ബറുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് കൊണ്ട് പോകണ്ടെന്നാ. അങ്ങനെ പോലെ ഹറാമായിട്ടൊന്നുമല്ല, ഓരോരുത്തരുടെ സൂക്ഷ്മതയാണത്, ഓരോരുത്തരുടെ അദബാണ്. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. ചിലപ്പോൾ വിധിയേക്കാൾ മുൻകടക്കേണ്ടത് അദബാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. വിധി പതിയെ പോകുന്നത് ഹറാമൊന്നാവൂല, പക്ഷെ വിധിയേക്കാൾ ചിലപ്പോൾ അദബിനെ പാലിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരു സദസ്സിലേക്ക് വരുമ്പോ നിങ്ങൾ എഴുന്നേൽക്കല്ലേ, നിങ്ങൾ എണീറ്റ് നിൽക്കല്ലേ.
അത് റസൂലുള്ളാഹിന്റെ ഉത്തരവല്ലേ. അങ്ങനെ പിറ്റേന്നത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി സദസ്സിലേക്ക് കയറി വന്നപ്പോ ഒരു സഹാബി അങ്ങ് എഴുന്നേറ്റ് നിന്നു, ബാക്കിയുള്ളവർ ഇരുന്നു. അപ്പൊ അപ്പോഴവർ പറഞ്ഞു, എന്തോട്ട് പരിപാടി സ്റ്റേജ് ചെയ്യണത്, ഇന്നലെ റസൂലുള്ളാഹി എണീക്കരുത് പറഞ്ഞപ്പോ എണീറ്റിക്കണം. മുത്തുനബിയും കണ്ടു എഴുന്നേറ്റ് നിൽക്കുന്നത്. ചോദിച്ചു, എന്തേ നിങ്ങൾ മാത്രം എഴുന്നേറ്റ് നിന്നത്? അപ്പോഴാ സഹാബി വര്യൻ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ വിധി ഇരിക്കണമെന്നാണെങ്കിലും അദബ് നിൽക്കലാ, മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. അപ്പോൾ റസൂലുള്ളാഹി ഒന്ന് പുഞ്ചിരിച്ചു, ഒന്നും മിണ്ടില്ല. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ല, ചിരിക്കരുത്, സമ്മതിച്ചു എന്നതിന്റെ അർത്ഥം. അപ്പൊ വാപ്പാന്റെ ഉമ്മാന്റെ മുന്നിലൂടെ നടന്നു പോകരുത്, മശായിഖന്മാരുടെ മുന്നിൽ നടന്നു പോകരുത്, നമ്മുടെ ഉസ്താദുമാരുടെ മുന്നിൽ നടന്നു പോകരുത്. അങ്ങനെ ഒരാൾക്ക് നടക്കുന്നതിന് വിരോധമൊന്നുമില്ല. അഥവാ ഒരാൾ നടന്നാൽ ഉസ്താദുമാരോ വാപ്പയോ പിന്നിലേക്ക് പിടിച്ചു മാറ്റേണ്ടതും ഇല്ല. അങ്ങനെ മാറ്റൽ കറാഹത്തിന്റെ വിധിയിൽ വരും. പിന്നെ ചെറുപ്പത്തിൽ അവനത് പഠിക്കണം. ബാപ്പ ഉമ്മ മക്കളെ പഠിപ്പിക്കണം. വലുതായാൽ പൊന്നുമോനെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഏഴേ നിദാ ഉൽ വാലിദൈഹി ബിസ്മിഹിമാ, ബാപ്പയെ ഉമ്മയെ അവരുടെ പേരുകൊണ്ട് വിളിച്ചാൽ ദാരിദ്ര്യം ഉറപ്പാണ്. ഈ ഇവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉണ്ട് വാപ്പാന്റെ ഉമ്മാനും പേര് വിളിക്കും. ദാന്നൊന്നും വിളിക്കില്ലല്ലോ, ഇവിടെ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. വാപ്പാന്റെയും ഉമ്മാന്റെയും പേരിൽ അവരെ അഭിസംബോധന ചെയ്യാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. നിസ്കാരത്തിന് അശ്രദ്ധ കാണിക്കുക. നിസ്കരിക്കൂല എന്നല്ല പറഞ്ഞത്, നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുക, ദാരിദ്ര്യമല്ല. നിസ്കാരത്തിൽ അശ്രദ്ധ വാങ്ങി കൊടുത്താ കുറച്ച് പിന്നെയും കുറെ സമയം അതിന് കുറച്ച് നിസ്കരിക്കാതെ, അങ്ങനെ ജമാഅത്ത് കഴിഞ്ഞു അത് തന്നെ നിസ്കരിക്കാതെ, ഇങ്ങനെ അതിനൊരു ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ, ഉമ്മമാരെ ആ സീരിയൽ കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് വിചാരിച്ചാൽ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല. പിന്നെ നിങ്ങൾ ഇടങ്ങറായി വരുന്നിട്ട് കാര്യം ഉണ്ടാവൂല. 9 പുണ്യനബി 9 വഖിയാതതു സൗബിൻ വഹുവ അലാ ബദനിഹി, വസ്ത്രം ശരീരത്തിൽ ഉള്ളതിനോടുകൂടെ അത് തുന്നുക എന്നുള്ളത് ദാരിദ്ര്യം വരാൻ എളുപ്പമാണ്. ചെറിയ വല്യമാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് ഏത് വീട്ടിൽ ചെയ്താലും ബർക്കത്തില്ലാതെയാവും, ദാരിദ്ര്യം വരും. ശരീരത്തിൽ ധരിച്ചിട്ട് വസ്ത്രം തുന്നാൻ പാടില്ല, ഊരിയിട്ടേ തുന്നാൻ പാടുകയുള്ളൂ. 8 മാറാല വീട്ടിൽ ഇങ്ങനെ ഉപേക്ഷിച്ചിടുക എന്നുള്ളത് ദാരിദ്ര്യം വരാൻ കാരണമാണ്. പള്ളിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോവുക എന്നുള്ളതും ദാരിദ്ര്യം പ്രയാസവും വരാൻ കാരണമാണ്. നിസ്കാരം കഴിഞ്ഞ് ചടപടാന്ന് എഴുന്നേറ്റ് പോകല്ലേ, ദുആ കഴിഞ്ഞാലും പെട്ടെന്ന് പോകല്ലേ. ഒരു 5 നിമിഷം അവിടെ ഇരിക്ക്, എന്തെങ്കിലുമൊക്കെ ഔറാദ് പതിവാക്ക്, എന്തെങ്കിലുമൊക്കെ ദിക്റ് ചെല്ല്. അതൊന്നുമില്ലെങ്കിൽ ചുമ്മാ പള്ളിയിൽ ഒന്ന് ഇരുന്നു കൊടുക്ക്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പള്ളി തേങ്ങുമത്രേ. ഇവനെന്നെ വിട്ടേച്ച് പോകുന്നല്ലോ എന്ന് പറഞ്ഞ് പള്ളി തേങ്ങുമത്രേ. അതുകൊണ്ട് കുറച്ചു സമയം അവിടെ ഒന്ന് ഇരുന്നു കൊടുക്കും മുഅ്മിനെ. ഇവിടെ എല്ലാവരും അത് പാലിക്കുന്ന ആൾക്കാരാ. ഞങ്ങളുടെ നാട്ടില് സലാം വീട്ടി അപ്പോൾ എഴുന്നേറ്റ് പോകും. എന്താ കാരണം നിങ്ങൾക്കറിയാലോ, സലാം വീട്ടിയാൽ പിന്നെ കടന്നൽ കുത്തിയമായിരിക്കും, ഇരിക്കൂല, ചട്ടപ്പെടാന്ന് എഴുന്നേറ്റ് പോകും. ഒറ്റക്ക് തോരക്കാൻ അവർക്ക് തന്നെ തെളിവുണ്ട്, എന്നിട്ട് ഓരോ തോരക്കൂല, എഴുന്നേറ്റ് പോവുക. അപ്പൊ ഇതൊക്കെ കുറെ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അവിടുത്തെ ചില ആൾക്കാരൊക്കെ. ആശയം അറിഞ്ഞിട്ടല്ല, ഹദീസും ഖുർആനും അറിഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ ആളുകളൊക്കെ എന്നെ ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ, അതിന് ചില കാക്കാരിങ്ങനെ നോക്കും ചെയ്യും, അവരെങ്ങനെ ബഹുമാനത്തിന്. അപ്പൊ നമ്മളൊരു വെറൈറ്റിയാണ്, മറ്റുള്ളവരിൽ വ്യത്യസ്തനാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ കാക്കാക്ക് അറിയാലോ, ഇനി കൂട്ടപ്രാർത്ഥന പാടുന്നു, ഒറ്റക്ക് വേർക്കാലോ, സുബ്ഹാനല്ലാഹ്
അവർക്കൊക്കെ ഉണ്ട്. ചെയ്യൂല, അതും അറിയില്ല ഇതും അറിയില്ല, വെറുതെ ആളാകാൻ വേണ്ടി സ്റ്റൈലാകാൻ വേണ്ടി ചില ആൾക്കാർ. അങ്ങനെയാണ് കേരളത്തിലെ അവസ്ഥ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് പള്ളിയിലിരിക്കുക, കുറച്ച് നേരമെങ്കിലും നിസ്കാരം കഴിഞ്ഞായിരിക്കുക. ഞങ്ങൾക്ക് ഇരിക്കാനൊരു ഉപാധി. എന്നാലെ ഈ പ്രസംഗത്തിന് തുടക്കത്തിൽ ചെല്ലുന്ന ഒരു ദുആ ഉണ്ടല്ലോ, ഒരു സഹോദരൻ ഇന്നലെയോ പറഞ്ഞു, പ്രസംഗത്തിൽ തുടക്കത്തിൽ ഇങ്ങനെ പറയണമെന്ന് ഞങ്ങൾ ആദ്യം കേൾക്കുക. ആരെ പേരിക്കറിയില്ല, ഇവിടുത്തെ ദാരിമി ഉസ്താദിൻ്റെ വാപ്പയോ ഏതൊരു മൊല്ലാക്കയോ ഒക്കെ അത് നിത്യവും പതിവായി ചെല്ലാറുണ്ടായിരുന്നു എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മൗജൂദു ബി കുല്ലി സമാൻ എന്ന് തുടങ്ങുന്ന ആ വചനങ്ങൾ ഒരാൾ നിത്യമായി പതിവാക്കിയാൽ അവൻ ഈമാനോടുകൂടെ അല്ലാതെ ഈ ദുനിയാവിൽ നിന്നും മൗത്തായി പോകില്ല, ഈമാൻ സലാമത്താകുമെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പം അത് പതിവാക്കുക. ഞാനത് തരാൻ ഇജാസിയത്ത് തരാൻ ചെയ്യുമൊന്നുമല്ല, ഞാനൊരു മണ്ണാങ്കട്ടിയല്ല. ഇവിടെ നമ്മുടെ തങ്ങളുപ്പാപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളൊരു ദിക്റെന്ന നിലക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ ഒരു ഇജാസിയത്ത് തരുമൊന്നുമല്ല. നമ്മൾ ചെല്ലുമൊക്കെ, വേറെ ഒന്നും ദിക്ർ ചെല്ലുന്നില്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു 7 തവണയെങ്കിലും അത് ചെല്ലിയിട്ട് എഴുന്നേറ്റ് കേൾക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ നമ്മൾ പെട്ടുപോകും. പള്ളിയിൽ ഇരിക്കുക എന്നുള്ള ഒരു കൂലി നമ്മൾ പെട്ടുപോകും. നമ്മുടെ വിഷയം അതൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം കൂടുതൽ പറയുന്നില്ല. 12 അങ്ങാടിയിലേക്ക് വളരെ നേരത്തെ പോവുക എന്നുള്ളത് വീട് ദാരിദ്ര്യത്തിൽ പെടാൻ കാരണമാണ്. അതും ഞങ്ങളുടെ നാട്ടിലെ പതിവാ. സുബഹി നിസ്കാരം കഴിഞ്ഞ ആളുകള് വീട്ടിൽ നല്ല പാൽ ചായ കിട്ടും, പക്ഷെ അത് കുടിക്കൂല. നാട്ടിലെ കടയിൽ പോയേ അവൻ ചായ കുടിക്കുകയുള്ളൂ. കാരണം എന്താണെന്നറിയോ? അവിടെ ഇരുന്ന ഇറച്ചി കിട്ടും ഫ്രീ ആയിട്ട്. പോത്തിറച്ചിയല്ല, മനുഷ്യന്റെ ഇറച്ചി. രാവിലെ തന്നെ അത് വയറ്റിലേക്ക് ഇറങ്ങുമ്പോ എന്തോ ഒരു സുഖമാണ്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, പടച്ചോനെ ഗുലുമാലാക്കല്ലേ, നാട്ടിലെ കാര്യമാണ് ഒക്കെ പറയുന്നത്. നാട്ടിലെ കാര്യം സുബഹി നിസ്കരിച്ചാലും ഇല്ലെങ്കിലും ചില ആൾക്കാരെ കടയിൽ പോയി വീട്ടിൽ ഭാര്യ നല്ല ചായയും കടി ഉണ്ടാക്കി തരും, അത് അവർക്ക് പറ്റൂല. ഈ ഇങ്ങനെ കലങ്ങി പോണ വെള്ളം ഇങ്ങനെ കുടിച്ചാൽ ഭയങ്കര സുഖം. കടയിൽ പോകണ്ടാവുന്നല്ല. അതിരാവിലെ ആരെങ്കിലും ഇനി ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു ചായക്കടക്കാരനും എന്നോട് ദേഷ്യം വരണ്ട. ദേഷ്യം വരണമെങ്കിൽ ദേഷ്യപ്പെടേണ്ടത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അവിടത്തെയോടാ. ഞാൻ പറയുന്നതല്ല. അതിരാവിലെ ഒരാള് കടയിൽ അങ്ങാടിയിൽ പോയാൽ അവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉറപ്പാ. അപ്പൊ സൂര്യൻ ഉദിച്ചിട്ടൊക്കെ ഒന്ന് പോയാ മതി. അല്ലെങ്കിൽ ആദ്യത്തെ പോക്ക് പള്ളിയിൽ പോ, നിസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങാടി പോയിക്കോ. ആദ്യത്തെ പോക്ക് അങ്ങാടിയിലേക്ക് പോകല്ലേ പ്രിയപ്പെട്ടവരെ. 14, 13 ഉമ്മമാരെ, ഇത് നിങ്ങൾക്കുള്ളതാ. പാത്രം കഴുകാതെ ഉപേക്ഷിക്കുക എന്നുള്ളത് ദാരിദ്ര്യം വരാൻ കാരണമാണ്. ഇത് നാളെ കഴുകാമെന്ന് കരുതിയിട്ട് രാത്രി വൈകിയപ്പോ അതൊരു മൂലയിൽ കൊണ്ടുപോയി ഇടല്ല. ആ വീട്ടിൽ ദാരിദ്ര്യം കൂടപ്പിറപ്പായി എപ്പോഴും ഉണ്ടാകും. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു സംഭാവന ചെയ്യേണ്ട സമയം വന്നാല് ഞാനൊരു 500 കൊടുത്താ അതങ്ങ് പോയി കിട്ടുമല്ലോ, 1000 കൊടുത്താൽ അതങ്ങ് പോയി കിട്ടുമല്ലോ എന്നൊരാള് ചിന്തിക്കുക. വലിയ പിശുക്ക് കാണിക്കുക. പിശുക്കന്റെ സമ്പാദ്യം ഒരിക്കലും വർദ്ധിക്കുകയില്ല, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അറിയാത്ത തരത്തിൽ അവന്റെ കാശ് ദുരുപയോഗം ചെയ്യപ്പെടും. അങ്ങനെ അവൻ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. ആ വീടുകളിൽ പിന്നെ അവിടെ സമാധാനമുണ്ടാകില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസിന് സംഭാവന ചെയ്യൂ പ്രിയപ്പെട്ടവരെ. വതർക്കു ദുആഇ ലിൽ വാലിദൈ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഒരാൾ ഉപേക്ഷിച്ചാൽ അവനും ദാരിദ്ര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഉപ്പാക്ക് ദുആ ചെയ്യേ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യേ. ഏത് സമ്പന്നനാണെങ്കിലും ഉമ്മായ ദുആ ചെയ്യ പ്രിയപ്പെട്ടവരെ. വതർകുൽ ഖുമാമ ഫിൽ ബൈത്തി, വീട്ടിൽ
അടിക്കാട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് അതും ദാരിദ്ര്യത്തിന്റെ കാരണമാണ്. ഇങ്ങനെ 18 കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ 18 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോ മൂന്നാമത്തെ ഉത്തരം കിട്ടുന്ന ദുആ മാതാപിതാക്കളുടെ ദുആയാണ്. ജുറൈജ് പോലും കുടുങ്ങിപ്പോയ വജ്ര സമാനമായ പവറുള്ള ദുആയാണ് മാതാപിതാക്കളുടെ ദുആ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ ഉപ്പാനെയും ഉമ്മാനോട് ദേഷ്യപ്പെടുമ്പോൾ ആലോചിക്കാറുണ്ടോ എപ്പോഴെങ്കിലും? എന്തൊക്കെ പ്രയാസപ്പെട്ടിട്ട് ഈ പാവ ഉമ്മ ഗർഭാശയത്തിൽ നമ്മളെ വളർത്തിയത്. 9 മാസക്കാലം ഇത് ചുമന്ന് നടക്കാനുള്ള ബുദ്ധിമുട്ടെന്താ? പാതിരാത്രിയിൽ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, നമ്മൾ ഉമ്മയുടെ ഓറിയോൺ കോറിയോൺ എന്ന് പറയുന്ന ഗർഭാവരണത്തിന്റെ മുകളിൽ ചവിട്ടി നമ്മുടെ കാലുകൊണ്ട് അടിവയറ് കടഞ്ഞു ഉമ്മ. ഇപ്പൊ ഖബറിലാണ് ഉമ്മ. ജീവിച്ചിരിക്കുന്നവരുണ്ട്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ. മരിച്ചുപോയ നമ്മുടെ ഉമ്മമാരെയൊക്കെ സ്വർഗത്തിൽ വെച്ച് കാണാൻ തോഫീക്ക് നൽകട്ടെ. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉമ്മയെക്കുറിച്ച് ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഓർത്ത് നോക്കുക. അടിവയറ്റിൽ ചവിട്ട് കിട്ടിയപ്പോ പാതിരാത്രി എല്ലാവരും ഉറങ്ങുമ്പോ എന്റെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റോ. എന്നിട്ട് ചവിട്ടിയ വയറ്റിന്റെ ഉള്ളിലെ നമ്മളെ ഉമ്മ കുറ്റം പറഞ്ഞില്ല, ഉമ്മ ശപിച്ചില്ല, ഉമ്മ ചീത്ത വിളിച്ചില്ല. റബ്ബേ എന്റെ കുട്ടി, അങ്ങനെയല്ലേ ഉമ്മ പറഞ്ഞത്? ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ ഉമ്മാക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അന്ന്. എന്നിട്ട് പ്രസവിച്ചിട്ട് മരണത്തിന്റെ വേദന പോലത്തെ വേദന സഹിച്ച് ഉമ്മ നമ്മളെ പ്രസവിച്ചില്ലേ? പിന്നെ ബാല്യമേ എഴഞ്ഞു നടന്നില്ലേ നമ്മള്? ളേ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ നമ്മള്? ഒന്നുമല്ലാത്ത കാലമല്ലേ അത്? മൂത്രിച്ചില്ലേ ഉമ്മാന്റെ നെഞ്ചത്ത്? കാഷ്ടിച്ചില്ലേ ഉമ്മാന്റെ നെഞ്ചത്ത്? അപ്പൊ ഉമ്മാക്ക് ദേഷ്യം വന്നില്ല, അത് അത്രപോലെ കരുതിയില്ലേ? പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോ കാലുവഴുതി വീഴുമെന്ന് കരുതിയിട്ട് ഉമ്മ പിന്നാലെ വന്നില്ലേ? പുത്തുമോനെ, നമ്മൾ തൊട്ടിലിൽ ശാന്തമായി ഉറങ്ങുമ്പോ കടലിൽ പോയി തിരിച്ചു വന്ന വാപ്പ അത് തുറന്നു നോക്കിയിട്ട് പുഞ്ചിരി തൂകിയില്ലേ? ഈ കുട്ടിയുടെ വളർച്ച കാണാൻ സ്കൂളിലേക്ക് ആദ്യത്തെ ദിവസം പോയപ്പോ തിരിച്ചു വരാൻ വൈകിയപ്പോ ഈ പൊന്നുമ്മ കാത്തിരുന്നു മടുത്തില്ലേ? മറന്നു പോകല്ലേ പ്രിയപ്പെട്ടവരെ, മറന്നു പോകല്ലേ. ലുഖ്മാനുൽ ഹക്കീം തങ്ങള് തന്റെ പൊന്നുമോനോടൊരിക്കൽ പറഞ്ഞു, മകനെ, സ്വർഗത്തിൽ നിന്നൊരു സാധനം എനിക്ക് കൊണ്ടുവാടാ, സ്വർഗത്തിലെ ഒരു സാധനം കൊണ്ടുവാടാ. ആ മകൻ അവിടുന്ന് ഓടിപ്പോയി. നമ്മുടെ മക്കളാണെങ്കിൽ നമ്മളോട് ചോദിക്കും, വാപ്പാ 3 ലക്ഷം രൂപ വേണം വാപ്പാ. എന്താ കാരണം? സ്വർഗത്തിലെ ഒരു സാധനം കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മുടെ മക്കൾ 3 ലക്ഷം രൂപ. എന്താ കാരണം? ഒന്ന് പറയുവാണെങ്കിൽ കല്ലുകള് എന്താണ് ചോദിക്കാൻ സമയമല്ല. അതാണ് ഞാൻ കണ്ടിന്യൂ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ലക്ഷം രൂപ കൊടുത്ത ഹജ്ജിന് പോകാം. ഇവിടുന്ന് അത്ര നിനക്കറിയില്ല. ഹജ്ജിന് പോയാൽ അവിടെ ഹജറുൽ അസ്വദ് ഉണ്ട്, അത് വേണമെങ്കിൽ പുഴക്കിക്കൊണ്ടുവരാം. വേറെ ഒരു കാര്യം, സ്വർഗത്തിലെ സാധനം ഇവിടെ ഇല്ല. അവിടെ 100 കണക്കിന് എന്താ പറയാ CCTV ക്യാമറകൾ തുറന്നിരിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ റോയൽ പട്ടാളം കാവൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ മകൻ ഓടിപ്പോയി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു പൊതി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ ഇത് സ്വർഗത്തിലെ മണ്ണാണ്. വാപ്പ അത് തുറന്നു നോക്കി, അത് സാധാരണ പൊടിമണ്ണാണ്. അപ്പൊ വാപ്പ പറഞ്ഞു, മോനെ ഇത് സ്വർഗത്തിലെ മണ്ണല്ലല്ലോ മോനെ. ദ ഫിലോസഫർ ഓഫ് ഇസ്ലാമിക് തിയോളജി എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ് ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം. ഇത് സ്വർഗത്തിലെ
മണ്ണല്ല, സാധാരണ മണ്ണ്. സ്വർഗത്തിലെ മണ്ണ് വജ്രമാണ്, അത് ഗോമേതകമാണ്, അത് മരതകമാണ്, അത് വൈഢൂര്യമാണ്, അത് പവിഴമാണ്, മുത്താണ്, സ്വർണമാണ്, അത് യാക്കൂത്താണ്, അത് ഹഖീഖാണ്. കാറ്റൊന്നു വീശിയാൽ ഈ തിളങ്ങുന്ന വജ്രപ്പൊടികളാ അവിടെ പാറി നടക്കുന്നത്. ഇത് സാധാരണ മണ്ണാണെന്ന് പറഞ്ഞപ്പോ പൊന്നുമോൻ വാപ്പാനോട് പറഞ്ഞു, അല്ല വാപ്പാ, ഇത് സ്വർഗത്തിലെ മണ്ണാണ്. ഞാൻ വീട്ടിന്റെ ഉള്ളിൽ പോയി ഉമ്മയോട് പറഞ്ഞു, വാപ്പാ കാല് പൊക്കു ഉമ്മ, കാലൊന്ന് പൊക്ക്. ഉമ്മാന്റെ കാലിന്റെ കീഴില് പറ്റിപ്പിടിച്ചിരുന്ന മണ്ണ് അത് വടിച്ചു കൊണ്ടുവന്നതാ. കാരണം അൽ ജന്ന തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. പൂർവവേദ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും പറഞ്ഞിട്ടുണ്ട്, മാതാവിന്റെ കാലിന്റെ കീഴില് സ്വർഗമാ. അതുകൊണ്ട് ഇത് ഉമ്മാന്റെ കാലിന്റെ കീഴിലെ മണ്ണാ. ഇത് പറഞ്ഞപ്പോ ലുഖ്മാനുൽ ഹകീം പൊട്ടിക്കരഞ്ഞു. തന്റെ മകനെ നെഞ്ചത്തേക്ക് ചേർത്തു പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടാ, നീ എന്നെ തോൽപ്പിച്ചല്ലോടാ മുത്തേ. പറ, പിതാവിന്റെ കാലിന്റെ കീഴിലും സ്വർഗമാ, അതൊന്ന് പറയുമോനെ എന്ന് ലുഖ്മാനുൽ ഹകീം. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു ബന്ധമാണ്. ഇതുപോലെ ഒരു മകനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഇതുപോലെ ഒരു മക്കളെയല്ലേ നമ്മൾ കൊതിച്ചു പോകുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പണിക്ക് വന്നു ഒരു അമുസ്ലിം ചെറുപ്പക്കാരൻ. കറുത്ത എണ്ണത്തടിയിൽ ഒരു ചെറുപ്പക്കാരൻ പണിക്ക് വന്നു. ഒരാഴ്ചയെ പണിയെടുത്തുള്ളൂ. മുഅ്മിനീങ്ങളെ, 100% മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പവിഴപ്പുറ്റിന്റെ നാട്ടുകാര്. വലിയ സമ്പന്നനാണ്. ആ പെൺകുട്ടിയുടെ പിതാവ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജയിൽ 30 കൊല്ലക്കാലമായി ജോലി ചെയ്യുന്നവരാ. വടക്കേക്കാടെന്ന് പറയുന്ന സ്ഥലത്തെ സംഭവമാ ഞാൻ പറയുന്നത്. ഒരാഴ്ച വന്ന് പണി കഴിഞ്ഞ് തീർന്നു പോകുമ്പോ ഈ പെൺകുട്ടി അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അലമാരയിൽ വെച്ച 10-45ഓളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് ഇറങ്ങിപ്പോയി. അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ കാണാൻ നല്ല ഭംഗിയുള്ള പെൺകുട്ടി. അവര് ഹർജി കൊടുത്തു കോടതിയിൽ, ഹോബിയസ് കോർപ്പസ് ഹർജി കൊടുത്തു കോടതിയിൽ. ഈ പെൺകുട്ടിയുടെ ഉപ്പ തളർന്ന് കരഞ്ഞ് മടങ്ങി വന്നു. അതിസമ്പന്നനാണ് ആ മനുഷ്യൻ. ഇവരെ കോടതിയിൽ ഹാജരാക്കി. കോടതി വിസ്തരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിന്റെ പിതാവിതാ ഇവിടെ നിൽക്കുന്നു, നിന്റെ മാതാപിതാ ഇവിടെ നിൽക്കുന്നു, നിന്റെ കാസ്റ്റിൽപ്പെട്ട ആളല്ലല്ലോ ഇത്, നീ എന്താ പറയുന്നത്? അപ്പൊ അവള് പറഞ്ഞു, ഞാൻ രമേശിന്റെ കൂടെ പോവുകയാണ്. ഉമ്മ ബോധം കെട്ടു വീണു. ബാപ്പ തലതല്ലിക്കരഞ്ഞപ്പോ ആ സങ്കടം സഹിക്കവയ്യാതെ ജഡ്ജി ചോദിച്ചു, മകളെ, പൊന്നുമോളെ, നിന്റെ ഉമ്മയല്ലേ നിന്നെ വളർത്തിയത്, പാപ്പയല്ലേ നിനക്ക് വിദ്യാഭ്യാസം നൽകിയത്, ഒരു അന്യപുരുഷന്റെ കൂടെ പോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം? വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി തിരിച്ചിട്ട് ജഡ്ജിയോട് ചോദിച്ചു. ചേംബറിന് നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, കോടതി വിധിക്കേണ്ടത് നിയമമാണ്, നീതിയാണ്. കരുണക്കവിടെ പ്രസക്തിയില്ല, സിംപതി നോക്കേണ്ടതില്ല, സഹതാപം നോക്കേണ്ടതില്ല എന്ന് പെണ്ണ് പറഞ്ഞപ്പോ കോടതി വിധിച്ചു, ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയിക്കൊള്ളാം.
നോക്കൂ പ്രിയപ്പെട്ടവരെ, വളർത്തി വലുതാക്കിയ ഉമ്മ എവിടെ? മരുഭൂമിയിൽ 30 കൊല്ലക്കാലം കഷ്ടപ്പെട്ട് പണിയെടുത്ത ബാപ്പാനെ മറന്നിട്ട് ഇറങ്ങിപ്പോയപ്പോ കേരളത്തിന്റെ അങ്ങേ തലക്കൽ പോയി പഠിക്കാൻ പോകുന്ന പൊന്നുമക്കളെ, വീണ് പോകല്ലേ നിങ്ങള്? ഒരാളുടെ വലക്കണ്ണിയിലും പെട്ടുപോകല്ലേ നിങ്ങള്? കാലം അവിടെ പ്രശ്നമാണ്, കാലമല്ല ജനത പ്രശ്നമാണ്, അവിടുത്തെ സംസ്കാരം പ്രശ്നമാണ്. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിലാണ് നിങ്ങൾ ജീവിക്കേണ്ടി വരുന്നത്. കടുത്ത ഈമാന് കൊണ്ടല്ലാതെ, മാതാവിനോടുള്ള കടുത്ത സ്നേഹം കൊണ്ടല്ലാതെ, പിതാവിനോടുള്ള കടപ്പാട് കൊണ്ടല്ലാതെ ആ വലക്കണ്ണി പൊട്ടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. പോകുന്നവരൊക്കെ അങ്ങനെയാണെന്ന അർത്ഥത്തിലല്ല ബഷീർ ഫൈസി ഇത് പറയുന്നത്. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാ ഈ മണ്ണിനൊരു മഹത്വമുണ്ട്, ഈ മണ്ണിനൊരു പവിത്രതയുണ്ട്. ഇത് ആത്മീയ സോപാനത്തിലെ ഉന്നതന്മാരുടെ കാൽപാദം പതിഞ്ഞ മണ്ണ, ഇത് മഹാരഥന്മാര് നടന്നുപോയ മണ്ണ. ഈ ദ്വീപുകളിലൊക്കെ മഹാരഥന്മാരുടെ പ്രാർത്ഥനയുടെ വജ്രായുധ മൂർച്ചയുള്ള ശക്തിയാണ് നിങ്ങളെ നിലനിർത്തുന്നത്. ഈ ലഗൂണ് കടന്നിട്ട് കടലൊന്ന് കയറിയാൽ ഒരു പൊടി പോലും എടുക്കാനില്ലാതെ കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു പോകും. എന്റെ പുതിയ തലമുറകളെ മറന്നു പോകല്ലേ. സുനാമി വന്നപ്പോ ഇന്തോനേഷ്യയുടെ സുമാത്ര എന്ന് പറയുന്ന ദ്വീപ് ഒന്നിച്ച് നക്കിയെടുത്ത് കടന്നുപോയില്ലേ? കൊല്ലം ജില്ലയിൽ ആഞ്ഞടിച്ച സുനാമിയുടെ തിരമാലകളിൽ 100 കണക്കിന് വീടുകളല്ലേ ഒഴുകിപ്പോയത്. തമിഴ്നാടിന്റെ തീരദേശങ്ങളിൽ ഇതുപോലെ തുരുത്തിൽ കഴിഞ്ഞിരുന്ന 10,000-ങ്ങളല്ലേ ഒഴുക്കിൽപ്പെട്ടു പോയത്. അള്ളാഹുവിന്റെ ഖുദ്റത്താ, അള്ളാഹുവിന്റെ സഹായമാ പൊന്നു മുഹിബ്ബീങ്ങളെ. ഈ ലഗൂണ് കടന്നിട്ടൊന്ന് ഇറങ്ങി വന്ന ഇന്ന് ഞങ്ങൾ കണ്ടു സായാഹ്നത്തിൽ കടലിറങ്ങിപ്പോയ ലഗൂണിന്റെ അങ്ങേ അറ്റത്ത് നടന്നു പോയപ്പോ അല്ലാഹുവേ എന്തോ ഒരു ഖുദ്റത്താ. ഇതൊരു തിരമാലയായി ആർത്തടിച്ചാൽ 7000 ജനസംഖ്യയുള്ള 3000-ഓളം വീടുകളുള്ള 3.5 കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള അമേനി എന്ന് പറയുന്ന ദ്വീപ് മണ്ണിൽ ഉണ്ടാകില്ല തലമുറകളെ. അതുകൊണ്ട് ഈ മണ്ണിന്റെ പവിത്രത മറന്നുപോകല്ലേ, ഇവിടുത്തെ മഹാത്മാക്കളെ മറന്നുപോകല്ലേ. അവരാണ് നിങ്ങളുടെ താങ്ങ്, അവരുടെ നന്മ കൊണ്ടാ നിങ്ങൾ നിലനിൽക്കുന്നത്. കേരളത്തിലെ തെറിച്ച പിള്ളേരുടെ സംസ്കാരം ഈ മണ്ണിലേക്ക് പറിച്ചു നടല്ലേ പ്രിയപ്പെട്ട മക്കളെ, ചെയ്തു പോകല്ലേ. നെഞ്ചു പൊട്ടുന്നൊരു ഉമ്മാന്റെ ദുആ നിന്റെ 2 ലോകവും നശിപ്പിച്ചു കളയും. നെഞ്ചുരുകിയ ഒരു ഉപ്പാന്റെ പ്രാർത്ഥന, ലോകമറിയാത്ത പിതാക്കന്മാരാ ഇവിടെയുള്ളത്, വലിയ വലിയ യാത്ര നടത്താത്തവരാ ഇവിടെയുള്ളത്, ലോകത്തിന്റെ മനോഹരിത കാണാൻ കഴിയാത്തവരാ ഇവിടെയുള്ളത്. പക്ഷേ തലമുറകളെ ഈമാനുണ്ടടാ പൊന്നുമക്കളെ, എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഉപ്പാന്റെ മനസ്സിൽ ഈമാനുണ്ട്, ഉമ്മാന്റെ മനസ്സിൽ ഈമാനുണ്ട്. നശിപ്പിച്ച് കളയല്ലേ. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. മക്കളോട് മാതാപിതാക്കൾക്ക് ഉണ്ട് ചില ബാധ്യതകൾ. ചെറിയൊരു കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. ബാക്കി അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പറയാമല്ലോ. ഭാര്യ, ഭർത്താവ്, അയൽവാസിയൊക്കെ പിന്നെ പറയാം. മക്കളോട് തിരിച്ചൊരു ബാധ്യതയുണ്ട്. ഇതൊക്കെ ഇപ്പോൾ മക്കൾ ഇങ്ങോട്ട് ചെയ്യേണ്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. തിരിച്ചും ചില ബാധ്യതകളാണ്. ചില വാപ്പാരി എന്നിട്ട് ചോദിച്ചിട്ടാവും അങ്ങനെ പറഞ്ഞു കൊടുക്കും, ഉസ്താദേ പറഞ്ഞു കൊടുക്കുക എന്ന് കരുതിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് പറയട്ടെ, അതും കേൾക്കണം നമ്മൾ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു കുട്ടിയുടെ കൈ പിടിച്ചൊരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉമറന്നോരെ ഈ ചെക്കൻ പറഞ്ഞ കേൾക്കണില്ലട്ടാ, ഭയങ്കര ധൃതിയ, ഉപ്പാൻ്റെ ഉമ്മാൻ്റെ നേരെ തെറി പറയാ, ഒന്നും അനുസരിക്കണില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടിനെ ഉള്ളിൽ കയറ്റി വാപ്പാനെ പുറത്തിരുത്തിയിട്ട് പറഞ്ഞു 4-5 ഡയലോഗ്. അമ്മ തഖാഫുല്ലാ, അള്ളാഹിനെ ഭയപ്പെടുന്നില്ലേ? വാപ്പാനും ഉമ്മാനും ഇടങ്ങറാക്കിയാൽ ശിക്ഷ എന്താന്ന് കുട്ടിയൊക്കെ മിണ്ടാതെ കേട്ടിരുന്നു. എന്തോ ഒരു ബുദ്ധിയുള്ള കുട്ടിയാണെന്നറിയാം. കുട്ടി ചോദിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അല്ല അമീറുൽ മുഅ്മിനീൻ കുറേ പറഞ്ഞല്ലോ ഇപ്പോൾ മാതാപിതാക്കളോടുള്ള ബാധ്യത. കുട്ടികൾ നന്നായി നോട്ട് ചെയ്യും കേട്ടോ. ഇതുവരെ പറഞ്ഞാൽ കേട്ടില്ല, ഇനി പറയാൻ പോലും നോട്ട് ചെയ്യും. ഈ വാപ്പാക്ക് മക്കളോടുള്ള ബാധ്യതയില്ലേ?
ഉണ്ട്, അതൊന്ന് പറഞ്ഞെന്നാ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, അവന്റെ ഉമ്മായെ ബാപ്പ തെരഞ്ഞെടുക്കണം, അത് ബാധ്യതയാണ്. ഉമ്മാനെ തെരഞ്ഞെടുക്കണം. ആണല്ലേ? അതായത് ഉമ്മാനെ തെരഞ്ഞെടുക്കണം, കല്യാണം കഴിക്കുമ്പോൾ നോക്കി കല്യാണം കഴിക്കണം. അവളുടെ ബേസ് എന്താണ്? വെറും സൗന്ദര്യം മാത്രം പരിഗണിക്കരുത്. ഇപ്പോ കേരളത്തിൽ പരിഗണിക്കുന്നത് ഒരു പെണ്ണെ കല്യാണം കഴിച്ചാൽ എത്ര സ്ത്രീധനം കിട്ടുന്നതാണ്. അവിടെ ദീനും അവളുടെ മറ്റ് തറവാടൊന്നും നോക്കില്ല. ഒരു കാറ് കിട്ടുമോ? അങ്ങനെ ഒരു ദുരന്തം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മരുമക്കത്തായ അനുസരിച്ച് പോകുന്ന നാടാണ്. ഇവിടെ വന്ന് കല്യാണം കഴിച്ചോ കിട്ടും, കാരണം ഇവിടെ ഒന്നും കിട്ടില്ല. എൻ്റെ കൂടെ വന്ന് വക്കീലാക്കൊന്ന് കഴിച്ചാൽ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം വലിയ സമ്പന്നനാണ് കേട്ടോ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ, ഉള്ളത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അവിടെ അങ്ങനെയാണ്, അതാ നോക്കുള്ളൂ. എന്നിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഉടനെ പള്ളി കമ്മിറ്റിക്ക് കത്ത്, ഉസ്താദേ നടക്കില്ലട്ടാ, ഭയങ്കര കുഴപ്പമാണ്, ഒന്ന് തലാക്കിയില്ലെന്നാണ്. ഇതന്നെയാണ് കമ്മിറ്റിക്കാർക്ക് ആകെയുള്ള പരിപാടി, തലാക്കിയിൽ കൊടുക്കുക. അള്ളാഹു നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്തി തെരുമാറാകട്ടെ. അപ്പോ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോ നന്നായി തെരഞ്ഞെടുക്കണം. തുൻകഹുൽ മർഅതു ലി അർബഇ ഖിസാലിൻ ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ വൽഫർ ബിദാത്തിദ്ദീൻ. അതിന് ഞങ്ങളുടെ അർത്ഥം വെച്ച് എന്താണെന്നറിയോ? നിങ്ങൾ കല്യാണം കഴിച്ചോളി മുതലിന് വേണ്ടി, തറവാടിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, ദീനിന് വേണ്ടി. ദീന് നന്നാണ്, അകലെ ചോലി. അപ്പോൾ ആൾക്കാർ മുതലിന് കഴിക്കാൻ തുടങ്ങി, തറവാടിനും സൗന്ദര്യത്തിനും കഴിക്കാൻ തുടങ്ങി. സത്യത്തിൽ അങ്ങനെയല്ലല്ലോ. ആളുകൾ കല്യാണം കഴിക്കാറുണ്ട്, കഴിക്കപ്പെടും മുതലിന്, തറവാടിന്, സൗന്ദര്യത്തിന്, ഇതൊക്കെ നോക്കിയിട്ട് ആൾക്കാർ കല്യാണം കഴിക്കും. പക്ഷേ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫൽഫർ ബിദാത്തിദ്ദീൻ ദീനിനാ മുഹമ്മദ് മുസ്തഫ. അത് നോക്കണം. അത് നോക്കാതെ കേവലം ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകരുത്. ആണല്ലേ? കുട്ടി ചോദിച്ചു, ആണല്ലേ? അതെ. രണ്ടാമതെന്താണ്? ഒരു മാതാവിന് പിതാവിന് മക്കളോടുള്ള ബാധ്യത എന്താണ്? വയുഅല്ലിമഹുൽ കിതാബ്, അല്ലാഹുവിന്റെ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആണല്ലേ? ഇത് ഉസ്താദുമാരുടെ ബാധ്യതയൊന്നുമല്ല കിതാബ് പഠിപ്പിക്കല്, മാതാപിതാക്കളുടെ ബാധ്യത. മാതാപിതാക്കൾക്ക് അത് അറിയാത്തത് കൊണ്ട് ഇവരെ ഏൽപ്പിച്ചേക്കുക. അപ്പൊ നിങ്ങൾ അവരെ സഹായിക്കണം എന്നർത്ഥം. ശരിക്കും ഉത്തരവാദിത്തം ആരാണ്? വാപ്പിയമ്മയും പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. പണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അതില്ലെങ്കിൽ പിന്നെ അടുത്ത സംവിധാനമാണല്ലോ ഇത്. അതിനുപോലും തയ്യാറാകാതെ ഇവിടെ സിദ്ദീഖ് മൗലാ അറബി കോളേജ് ഉണ്ട്. ധാരാളം കുട്ടികൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. കേരളത്തിലെ ഉന്നത മതകലാലയങ്ങളിൽ നിന്ന് ബിരുദം ലഭിച്ചിട്ട് പല സ്ഥലത്തും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹു ഖിയാമത്തോളം നിലനിർത്തുമാറാകട്ടെ. ഇവിടെയുള്ള പ്രഗത്ഭരായ ആലിമീങ്ങളില്ലേ, അവരൊക്കെ ജ്ഞാനം നുകർന്നത്, അവരൊക്കെ പഠിച്ചത് അഭിവന്ദരായ സയ്യിദ് അവർകളിൽ നിന്നാണ്. അല്ലാഹു ഈ തലമുറയെ നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണമെന്നത് ബാധ്യതയാണ് മോനെ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങള് ആ കുട്ടിയോട് പറഞ്ഞു. ഇനിയൊന്നുമില്ലേ? കുട്ടി ചോദിച്ചു. ഒന്നുകൂടിയുണ്ട്. വയുഹ്സിന ഇസ്മഹു, അവന്റെ പേര് നന്നാക്കുകയും വേണം, നല്ല പേര് വെക്കണം. അപ്പൊ കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉമറുൽ ഫാറൂഖ് തങ്ങളെ, നിങ്ങൾ കുറെ അഡ്വൈസ് ചെയ്തല്ലോ, കുറെ ഉപദേശിച്ചല്ലോ, ചീത്ത പറഞ്ഞല്ലോ, എന്റെ വാപ്പയാണ് കുറ്റക്കാരൻ. എന്താണ് അങ്ങനെ പറയുന്നത്? എന്റെ ഉമ്മാനെ തെരഞ്ഞെടുത്തതല്ല, ഇസ്തറാഹ ബിഅർബഇ ദീനാർ, 400 ദീനാറിന് വാങ്ങിയതാണ് എന്റെ ഉമ്മാനെ. ആലോചിച്ചു നിങ്ങളെ, കേരളത്തിലെ വർത്താനല്ലേ പറഞ്ഞത്? 400 ദീനാറിന് വാങ്ങിയതാണ് എന്റെ ഉമ്മാനെ. അതൊരു അടിമപ്പെണ്ണായിരുന്നു, പൈസ കൊടുത്ത് വാങ്ങിയതാ. ക്വാളിറ്റി നോക്കണം, കുഫു വെക്കണം എന്ന് ഇസ്ലാമിന്റെ ഒരു വിദ്യ. കുഫു വെക്കണം. അടിമ മുസ്ലിം അല്ലാത്തത് കൊണ്ടല്ല, ഓരോരുത്തർക്കും യോജിച്ചൊരു കുഫു ഉണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, പല കാരണങ്ങളാണ്. എല്ലാവർക്കും പറ്റിക്കോളൊന്നുമില്ല. അത് പറ്റുന്ന ബന്ധങ്ങൾ
അടിമ മുസ്ലിം തന്നെയായിരുന്നു. പക്ഷേ ഇയാൾ സ്വതന്ത്രനായതുകൊണ്ട് കുപ്പ് വെക്കാത്ത ബന്ധമായി പോയി. എൻ്റെ ഉമ്മാനെ പൈസ കൊടുത്ത് വാങ്ങിയതാ. പിന്നെ ഞാൻ നന്നാകുമെന്നാണ് കുട്ടിയുടെ ചോദ്യം. രണ്ടാമത്തത് വലാ യുഅല്ലിമനീ ശൈഉം മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് എൻ്റെ വാപ്പ എനിക്കൊന്നും പഠിപ്പിച്ച് തന്നിട്ടില്ല ഉമറേ റളിയല്ലാഹു അൻഹു. എന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. പിന്നെയോ വലാ യുഹ്സിന ഇസ്മീ, എൻ്റെ പേര് നന്നാക്കിയില്ല തങ്ങളെ. സമ്മാനി ജുഅലാ, എനിക്ക് പേര് വെച്ചത് ജുഅല എന്നാണ്. എന്താ അതിന്റെ മീനിങ്? കരിവണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയല്ല കൊണ്ടുപോകുന്ന കുട്ടി ചോദിച്ചത്. എനിക്ക് ഇൽമു പഠിപ്പിച്ചതില്ല, പേര് നന്നാക്കിയിട്ടില്ല. എൻ്റെ ഉമ്മാനെ നന്നായി നല്ല പെണ്ണിനെ വാപ്പ കെട്ടുകയും ചെയ്തില്ല. പിന്നെ അതിലുണ്ടായ കുട്ടിയായി ഞാൻ കുരുത്തക്കടല്ലേ ചെയ്യുള്ളൂ. ഉമ്മർ റളിയല്ലാഹു അൻഹു കുട്ടിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വാപ്പാനെ വിളിച്ചു, ഇങ്ങോട്ട് വാ, ഈ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, കുഴപ്പം നിന്റെ അടുത്താണ്, നീയാണ് കുറ്റക്കാരൻ. ചീത്ത വിളിച്ച് പറഞ്ഞയച്ചു ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ പിതാവിനെ. ഈ കാലത്തേക്ക് ഈ മസല ഒന്ന് പരിശോധിച്ചു നോക്ക്. ഇപ്പൊ കുഴപ്പമുണ്ടാകും, കുട്ടികളുടെ കുഴപ്പം, വാപ്പാരുടെ കുഴപ്പം. ഇവിടുത്തെ കാര്യമില്ല, കേരളത്തിലെ കാര്യം. ഇപ്പൊ പേര് വെക്കണം എന്താ പറയുക? ടുട്ടോ, മിട്ടോ, കുട്ടോ, അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ. ടിഷ്യൂ എന്നൊക്കെ പേര് യോജിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതൊരു ട്രെൻഡാണ്. പേര് അപ്പാന്റെ പേര് ബഷീർ, ഉമ്മാന്റെ പേര് സുഹറ എന്ന് കരുതിയാണേ ഒരു കുട്ടിക്ക് പേരിട്ടു ബാസൂർ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഈ കഥ. കേരളത്തിലിട്ട പേരാ. മൂലക്കുരു എന്നല്ലേ ആ പേരിന്റെ അർത്ഥം. അപ്പൊ പൈൽസേ എന്നാണ് കുട്ടിനെ നമ്മൾ വിളിച്ചോണ്ടിരിക്കണതേ. അപ്പൊ കുട്ടി പൈൽസിന്റെ സ്വഭാവമേ കാണിക്കുള്ളൂ. ഇത് ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ബന്ധമുണ്ട്, കണക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്താ പേര് കേടെന്ന കുട്ടിയുടെ സ്വഭാവം കേടായിരുന്നു എന്തിനാ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു? അല്ലെങ്കിൽ എന്തിനാ പേര് നന്നാക്കണം എന്ന് പറഞ്ഞു കുട്ടി നന്നാകാൻ? ആ കുട്ടി നിസ്കരിക്കുക, നോമ്പോൽക്കുക, ഈ നല്ല കുട്ടിയാണെങ്കിൽ നല്ല പേരും വെക്കണം എന്ന് മനസ്സിലാകുന്നുണ്ടെന്ന്. സംസ്കാരം ബാധിക്കുന്നുണ്ട്. ഉമ്മയുടെ കൾച്ചർ കുട്ടിയെ ബാധിക്കും, പേര് കുട്ടിയെ ബാധിക്കും, ദീന് കുട്ടിയെ സ്വാധീനിക്കും. അതാണ് മാഷാ അല്ലാഹ്. നമ്മുടെ അവിടെയുള്ള ഒരു ഷെയ്ഖിനോട്, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഷെയ്ഖിനോട് ആള് കളിയാക്കാൻ വേണ്ടി പേര് ചോദിച്ചു. അപ്പോൾ സാനിയ ഫുജാരിയ അങ്ങനെ എന്തൊരു പേര് പറഞ്ഞത്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല പേരാ കിട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അർത്ഥം. ഈ അറബി പേരിടുന്ന ഒരു സ്റ്റൈല് കേരളത്തിലുണ്ട്. അറബി തൻ്റെ സ്പോൺസറുടെ മക്കളുടെ പേര് അറബി പ്രൊനൗൺസിയേഷൻ നമുക്ക് മനസ്സിലാവില്ല. ഈ ജോലിക്ക് പോയവർ മനസ്സിലാവില്ല. ഇപ്പം നന്നായി അറബിയൊക്കെ പറയുണ്ടാവും, പക്ഷെ അറബിയുടെ കൃത്യമായ പ്രൊനൗൺസിയേഷൻ നമുക്കറിയില്ല. എന്താ കാരണം? ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, അറബികൾ വെള്ളത്തിന് എന്താ പറയാ? പിന്നെ ഇവിടുന്ന് ആദ്യം ആൾക്കാർ ഗൾഫിൽ പോയിട്ടില്ല, എന്താ പറയാ? എന്താ ബഷീർക്ക പറയാ? മോയ എന്നാണ് പറയാ. നിങ്ങൾ ഈ കിതാബിലൊക്കെ നോക്കിക്കോളി, മോയ എന്ന് വെള്ളത്തിനോട് എഴുതിയിട്ടുണ്ടോ? എന്നൊക്കെ പറയുള്ളൂ. മാ എന്നാണ് അതിന്റെ ശരിയായ ഉച്ചാരണം. അവര് മോയ എന്നാ പറയണം. അപ്പൊ അവരെഴുതുമ്പോ മാ എന്നാ പറയാ. നിങ്ങൾ ഹറമിലെ ഖുതുബ നോക്കി, ഫ്ലുവന്റ് അറബിയാണ് അവർ പറയണത്. ആ ഖുതുബ ഗൾഫിൽ പോയവർക്ക് മനസ്സിലാവണില്ല. നാട്ടിൽ ഖുതുബ പോകുമ്പോൾ ഗൾഫിൽ പോയവർക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അവർ അറബിയോട് സംസാരിക്കുന്നുണ്ട്. ഈ വ്യത്യാസം പേരിടുമ്പോൾ തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് കുട്ടികളെ വിളിക്കുന്നത് അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിലാണ്, നാട്ടുഭാഷയിലാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു നാട്ടുഭാഷ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നുണ്ടല്ലോ, അടുത്ത് നിന്നിട്ട് കളകളെന്ന് പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാകണില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരുന്നിട്ട് കുട്ടികൾക്ക് അങ്ങനെ തോന്നിയ പോലെ പേര്. ഇവിടുത്തെ കുഴപ്പമില്ല, ഇവിടെയൊക്കെ ഹസൻ കോയ, കുഞ്ഞിക്കോയ എന്നൊക്കെ നല്ല പേരുകളാണ്. അപ്പൊ മക്കളെ, ഇനി ഈ കാലല്ല ആളുകളൊക്കെ മാറും. കുറച്ച് കഴിഞ്ഞാല് ഈ വയസ്സായവരൊക്കെ മരിച്ചു പോയാൽ അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ന്യൂ ജനറേഷൻ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ പറയേണ്ടത് അല്ല, ഈ പ്രായമുള്ളവരോടൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു കാലം വരുമ്പോൾ ഈ പൗരാണികതയൊക്കെ എതിർക്കുക എന്നുള്ളൊരു റവല്യൂഷൻ സംഭവിക്കും. പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന തരത്തിൽ ഒരു നവോത്ഥാന ചിന്താഗതി വരും. എവിടെയൊക്കെ പാരമ്പര്യം തകർന്നു പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാം എന്നേക്കുമായി തകർന്നിട്ടുണ്ട്. നിങ്ങളുടെ നന്മകളും തകരുക പാരമ്പര്യത്തെ നശിപ്പിച്ചു കളയുമ്പോഴായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതു വലിയ ബിരുദം ലഭിച്ചാലും, ഏതു വലിയ ഉദ്യോഗസ്ഥന്മാരായാലും
നമ്മുടെ വാപ്പമാരും ഉമ്മമാരും മുറുകെ പിടിച്ചൊരു പാരമ്പര്യമുണ്ട്. ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും അഹ്ലുസുന്നയുടെ ഒരു രാജ്യമാർഗം. അതല്ലാതെ വിഘടിച്ചു പോയതൊക്കെ പാരമ്പര്യത്തിനെതിരെ. അതാരായിരുന്നാലും ശരി, അവർ കാലത്തിന്റെ കുറ്റവാളി, കോടതിയിൽ കുറ്റവാളിയായിരിക്കും. നിങ്ങളെ ഒന്നിച്ച് നടത്താണ് എന്തൊരു സെറ്റപ്പായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ വേണ്ടി വന്നത്? നിങ്ങൾ പുതിയ തലമുറ അതിനെക്കുറിച്ച് പഠിക്കണം, അന്വേഷിക്കണം. ഇവിടെ ഒരു വേള നടക്കുമ്പോൾ ഇത്ര കുറച്ച് ആൾക്കാരില്ല സാസിൽ, അപ്പുറത്തൊരു വേള ഒക്കെ മുഅ്മിനീങ്ങളല്ലേ, ഒക്കെ റസൂലുള്ളാഹിന്റെ പേരിലല്ലേ നടത്തുന്നത്. എന്തിനങ്ങനെ വന്നത്? തലമുറകളെ നിങ്ങൾ ചിന്തിക്ക്. എന്തുകൊണ്ടാ വന്നത്? പുതിയതെപ്പോഴും പാരമ്പര്യത്തിനെതിരായിരിക്കും. അതൊരു സമൂഹത്തിന്റെ ദുരന്തത്തിന്റെ തുടക്കമായിരിക്കും. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാക്കുമാറാകട്ടെ. അന്വേഷിച്ചു തന്നാൽ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് പേര് നന്നാക്കുക എന്നുള്ളത് മക്കളെ വളർത്തുന്നതിൽ അവരുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നതാ. മുഹമ്മദ് മുസ്തഫ നല്ല പേര് വെച്ചു കൊടുക്കണേ, അവർക്ക് ഖുർആന് പഠിപ്പിച്ചു കൊടുക്കണേ. മദ്രസയിൽ നിങ്ങൾ 10ാം ക്ലാസ് വരെ ഉണ്ടാണ്, അവിടെ അറിയില്ല, 10 വരെ ഉണ്ടാവും, 8 വരെ പൂർണ്ണമായി പഠിപ്പിക്കണം. പകുതിയായി നിർത്തിക്കളയരുത്. കുറച്ചുകൂടി മുതിർന്ന കുട്ടികളെ നിങ്ങൾ സിദ്ദീഖ് മൗല അറബിക് കോളേജിൽ ചേർന്ന് പഠിപ്പിക്കണം. അവര് പഠിച്ചിട്ട് ആലിമീങ്ങളാകട്ടെ. അവര് ഭൗതികമായി പഠിക്കുന്നതിന് വിരോധമൊന്നും ഇല്ല. 2 ജ്ഞാനവും ഒരാൾക്ക് ഉണ്ടായത് കൊണ്ട് വിരോധമൊന്നും ഇല്ല. അതിന് സാധ്യമായ സംവിധാനങ്ങൾ കേരളത്തിൽ എമ്പാടും ഉണ്ട്. ഒരാൾ ഭൗതികമായി പഠിച്ചു എന്നതുകൊണ്ട് ദീനിനെ മറന്നു പോവുകയൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ദീന് പഠിച്ചു എന്നതുകൊണ്ട് ഒരാൾക്ക് ഭൗതികത നഷ്ടപ്പെടുമെന്നും കരുതി പോകണ്ട. ഇവര് വളർന്നു വലുതായിട്ട് ആലിമീങ്ങളായാൽ അവര് ദുആ ചെയ്യും, ഉമ്മാ അല്ലാഹുമ്മ ഗഫിർ ലനാ വർഹംനാ വലിവാലിദീനാ, ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ റബ്ബേ, ഞങ്ങളുടെ ഗുരുവര്യന്മാർക്ക് പൊറുക്കണേ റബ്ബേ. അങ്ങനെ പറഞ്ഞിട്ട് അവര് പറയുന്നത് എന്താ? വലിമൽ ആനനാ, ഞങ്ങളെ സഹായിച്ചവർക്ക് പൊറുക്കണേ റബ്ബേ. വലിമൽ അത്അമനാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് പൊറുക്കണേ റബ്ബേ. വലിമൽ സഖാനാ, ഇങ്ങനെ എണ്ണി പറയുകയാ. അത് മരിച്ച വീട്ടിലാണെങ്കിലും ശരി, അത് മൗലൂദിലാണെങ്കിലും ശരി, അത് സമ്മേളനത്തിലാണെങ്കിലും ശരി, അത് പരക്ക് കുറ്റിയടിക്കുമ്പോഴാണെങ്കിലും ശരി, അത് ദുആ ചെയ്യുകയല്ലേ. ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ ഖബറിലേക്ക് അണമുറിയാതെ ദുആ പ്രവഹിക്കാൻ അത് കാരണമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങളെ ഉപകാരം ചെയ്യുകയുള്ളൂ. 3 കാര്യം. ഇൽമുൽ നാഫി', നാഫിയായ ഇൽമ മുഹമ്മദ് മുസ്തഫ. 2 സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. 3 വലദുൽ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമാ മുഹമ്മദ് മുസ്തഫ. സാലിഹായ സന്താനം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അത് പറഞ്ഞു നിർത്താതെ പ്രാർത്ഥിക്കുന്ന സാലിഹാകണം എന്നാ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന സാലി, പ്രാർത്ഥിക്കാതെ സാലിയാകാൻ വലിയ പണിയൊന്നുമില്ല. മുഅ്മിനീങ്ങളെ അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും ഇല്ല. മലയാളത്തിലെങ്കിലും ഒന്ന് ദുആ ചെയ്യ്. ബാപ്പാന്റെ ഖബറിന്റെ സമീപം പോയി ഒന്ന് ദുആ ചെയ്യ്. ഉമ്മയുടെ ഖബറിന്റെ സമീപം ചെന്ന് ദുആ ചെയ്യ്. അതിലുള്ള മനസ്സാണ് വേണ്ടത്. അതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ജുമാ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും അപ്പൊ തുറക്കും മൊബൈൽ. ഈ പണ്ട് ആളവസലാത്തും 10 വകയോടൊക്കെ തുറക്കണമാതിരി ഇപ്പൊ ടപ്പോന്ന് മൊബൈൽ തുറക്കും. വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ, ആരെങ്കിലും മിസ് കോൾ അടിച്ചിട്ടുണ്ടോ, ഇങ്ങനെ ആളവസലാത്തി എല്ലാവരും നോക്കിയിരിക്കുക. അപ്പോഴാ സുബ്ഹാനല്ലാഹ്. ചിലർ അതും പോലും ചെല്ലാതെ എഴുന്നേറ്റ് പോകും. അപ്പോൾ വാപ്പ കബർ കിടക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല. ഈ വാപ്പാന്റെ കാർ ഉപയോഗിക്കുന്നത് ഈ മോനാ, ബാപ്പാന്റെ തോട്ടം ഇവനാ, ബാപ്പാന്റെ പ്ലാന്റേഷൻ ഇവനാ,
വാപ്പാൻ്റെ കഴുകും തോട്ട വെനക്ക, വീട് ഒക്കെ വെനക്ക. പക്ഷെ വാപ്പ ഖബറിൽ പാപം ഒന്നും കിട്ടാതെ കിടക്കുക. ആനസുൽ മയ്യിത്തു ഫീ ഖബരിഹി. മയ്യത്ത് ആത്മാവുകൾ നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ, സദഖ ചെയ്യുമ്പോൾ അവരുടെ ആത്മാവുകൾ ആഹ്ലാദം കൊള്ളുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഇവിടെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത്. ഇവിടുന്ന് തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ആ നിമിഷം ഖബറിലേക്ക് എത്തിപ്പെടുകയാണ്. ആലോചിക്കണേ മുഅ്മിനീങ്ങളെ, ഈ 3 കാര്യങ്ങളല്ലാതെ മറ്റൊന്നും ഉപകാരപ്പെടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആലോചിക്കവ പഠിപ്പിക്കണോ, ദീനീ ഉലൂം പഠിപ്പിക്കണോ, ഭൗതികമായിട്ടും പഠിപ്പിക്കണം. അതിന് ഞാൻ എതിരല്ല. പ്രത്യേകിച്ചും ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ നോട്ട് ഡിലേ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നമ്മൾ. ട്രെൻഡ് നിങ്ങൾക്കറിയോ, 300 കുട്ടികൾ IAS വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. 300 കുട്ടികൾ. അതിന്റെ 4 ക്യാമ്പിലും പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കീഴിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, നിങ്ങളുടെ മക്കളും +2 കഴിഞ്ഞവരുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്മുടെ തങ്ങളോടും ഉസ്താദുമാരോടും SKSFന്റെ കുട്ടികളോടൊക്കെ ബന്ധപ്പെട്ടാൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസിൽ IAS, IFS, IPS അവർക്ക് എടുക്കുന്നത് വരെയുള്ള സകല പഠിപ്പിന് സ്റ്റൈപ്പൻഡ്, അവരുടെ ചെലവ്, ഇന്റർവ്യൂ ചെലവ്, ഡൽഹിയിൽ പോയിട്ടുള്ള പഠനത്തിന് എല്ലാം ഉള്ള ചെലവ് നമ്മുടെ പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ്. 3 IASകാരൊക്കെ ഇന്ത്യക്ക് സമ്മാനിച്ച ഇന്ത്യയിലെ ഏക മതസംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 300 കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയണത്, നിങ്ങൾ ദുആ ഇറക്കണം, നന്നായി ദുആ ചെയ്യണം. ആ മക്കൾ വെറും ഭൗതിക പഠനമല്ല, ഈമാനുള്ളവരാ. 5 വക്ത് കൃത്യമായി നിസ്കരിക്കാനുള്ള പരിശീലനം അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ അങ്ങോട്ട് കലക്ടർമാരായിട്ട് കാര്യമൊന്നുമില്ല, ദീനുള്ള മക്കളായിരിക്കണം. 300 ആളുകളും ജില്ലാ കലക്ടർ ആകുന്നു എന്നുള്ള പ്രതീക്ഷ ഒന്നും നമുക്കില്ല. വേണ്ട 250, വേണ്ട 200, വേണ്ട 150, വേണ്ട 100, വേണ്ട 50, വേണ്ട 25. അതൊക്കെ അതിമോഹാണ്. 300-ൽ ഒരു 10 പേരെങ്കിലും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ IASൽ അവർ അതിൽ പരീക്ഷയിൽ വിജയിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ മതകീയ ചരിത്രത്തിലെ മഹാവിപ്ലവമായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്. നിങ്ങൾ ദ്വയറക്കി മുഅ്മിനീങ്ങളെ, കാലം ആ ചരിത്രത്തിന് വേണ്ടി കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ഭൗതിക പഠനത്തിന് എതിരൊന്നല്ല, പക്ഷെ അടിസ്ഥാനം എപ്പോഴും ഇസ്ലാമായിരിക്കണം. അടിസ്ഥാനം എപ്പോഴും ഇസ്ലാമായിരിക്കണം. ഇതില്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. ഇത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. അള്ളാഹു നമുക്ക് 2 ജ്ഞാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 3 കാര്യങ്ങളിൽ ഒന്ന് സാലിഹായ മകന്റെ ദുആയാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുമോ? നിങ്ങൾ മക്കളെ അയക്കുമോ? സയ്യിദ് മൗലാ അറബി കോളേജിൽ അവർ പഠിക്കട്ടെ, ഉന്നതമായ ബിരുദം ലഭിക്കട്ടെ, അവർ ഉന്നതമായ കലാലയങ്ങളിൽ പോയി ബിരുദം നേടട്ടെ. അവർ ജീവിക്കുന്ന കാലത്തോളം അവർ പോകുന്ന വേദികളിൽ മുഴുവൻ ദുആ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വിനീതൻ ദുആ ചെയ്യാതിരുന്നിട്ടില്ല. കേരളത്തിലെ, ലോകത്തെ ഒരൊറ്റ ആലിമും അങ്ങനെ ദുആ ചെയ്യാതിരുന്നിട്ടില്ല. അവർക്ക് മറക്കാൻ കഴിയില്ല. ഇന്നലകളിൽ പട്ടിണിയുടെ കാലത്ത് പഠിക്കാൻ പോയപ്പോ ഭക്ഷണം തന്ന ആളുകളില്ലേ, സ്നേഹത്തിന്റെ പുഞ്ചിരി തന്ന ആളുകളില്ലേ, ഒരു നേരം നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഉപ്പമാരില്ലേ. ഉന്നതമായ ഏത് നിലയിലെത്തിയാലും മറക്കില്ല മുഅ്മിനേ, മറക്കില്ല മുഅ്മിനേ. ശംസുൽ ഉലമാ, കേരളം കണ്ട, ലോകം കണ്ട മഹാപണ്ഡിത പ്രതിഭാശാലിയല്ലേ. അൽ ആലമൽ സൂര്യനല്ലേ, ലോകത്തിന്റെ സൂര്യനല്ലേ, ശംസുൽ ആലമായ മനുഷ്യനല്ലേ. ആ മഹാപണ്ഡിതൻ തന്റെ കൊച്ചുകാലത്ത് പഠിക്കാൻ പോയപ്പോ ഭക്ഷണം തന്ന വീട്ടിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാപ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരിക്കുമ്പോ അവിടത്ത് പോയിട്ട് ആ തിണ്ണയിൽ കയറി ഇരുന്നിട്ട് ആ വല്യമ്മയോട് വർത്തമാനം പറഞ്ഞില്ലേ.
വലിയ ആലിമായിട്ടോ തന്റെ കുട്ടിക്കാലത്ത് തനിക്ക് ഭക്ഷണം നൽകിയ ഉമ്മാനെ മറന്നുപോകാത്ത സൂര്യ തേജസ്സേ ശംസുൽ ഉലമാ. അതുകൊണ്ട് വയുഅല്ലിമഹുൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കണേ, പുതിയ തലമുറകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസദഖത്തുൽ ജാരിയ, നമ്മുടെ വിഷയമല്ലെങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാ. നിങ്ങൾ ഒരാൾക്ക് പൈസ കൊടുത്താൽ അത് അയാൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ സദഖയുടെ കൂലി അപ്പോഴേ രേഖപ്പെടുത്തി. ഓർക്കുക, അയാൾ പിന്നെ ദുആ ചെയ്യുമ്പോ കിട്ടും, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയത് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ എന്താ? അത് അല്ലാഹുവിന്റെ മസ്ജിദിന് വേണ്ടി ചെയ്യുന്ന സദഖയാ. ഇതുപോലെയുള്ള ദീനി സംരംഭങ്ങൾക്ക് ചെയ്യുന്ന സദഖയാ. ഇത് അവസാനിക്കാത്ത സദഖയാണ്. കാരണം ഈ പള്ളി ഖിയാമത്ത് നാളോളം നിലനിൽക്കും. ദ്വീപിലെ മനോഹരമായ പള്ളിയായി ഉയരുന്ന മസ്ജിദാ. നമ്മളൊക്കെ മരിച്ചു പോയാലും 1800 കൊല്ലം കഴിഞ്ഞിട്ട് അമേനി ദ്വീപിലെ അന്നത്തെ ഒരു പൊന്നുമോൻ പോയിട്ട് അവിടെ സുജൂദ് ചെയ്ത ആരാണ് ഈ പള്ളിയുടെ ആദ്യ ശിലവാകിയത്? ആരാണ് ഒരു കല്ലിന് വേണ്ടി സംഭാവന ചെയ്തത്? ആരാണ് പെയിന്റിന് വേണ്ടി സംഭാവന ചെയ്തത്? അവരുടെയൊക്കെ ഖബറിടത്തിലേക്ക് അതിന്റെ ഓഹരി ആ നിമിഷം എത്തിപ്പെടും. അന്നാറു ബിന്നാർ, ഒരു തീ കൊളുത്തിയിട്ട് ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്ക് കൊളുത്തിയാല് 2 വിളക്കിലും തീയുണ്ട്, ഒന്നിലെയും കുറഞ്ഞിട്ടില്ല. അതുപോലെ ഒരാൾ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം ആരൊക്കെ പരിശ്രമിച്ചോ അവർക്കൊക്കെ കിട്ടും. മുഅ്മിനേ, ഈ മജ്ലിസ് ഇവിടെ തീർന്നു പോകാത്തതാ. ലോകം നിലനിൽക്കുന്ന കാലത്തോളം, ഈ കടലിന്റെ നടുവിൽ ഈ പവിഴപ്പുറ്റ് നിലനിൽക്കുന്ന കാലത്തോളം, ഈ പരിശുദ്ധ റബീഉൽ അവ്വലില് ഈ മജ്ലിസ് ഇവിടെ വരും. അടുത്ത കൊല്ലം വേറെ ആള് വരും. പിന്നെ മാറി 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 വന്നുകൊണ്ടേ ഇരിക്കുമ്പോ അതിനു വേണ്ടിയുള്ള വേദിയല്ലേ നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ? ഏകാന്ത നിശബ്ദമായ ഖബറിൽ ആദ്യത്തെ രാത്രിയിൽ അഭയമില്ലാതെ വിലപിക്കുമ്പോ സദഖത്തുൽ ജാരിയ, ജാരിയായ സദഖ പ്രകാശമായി ഖിയാമത്ത് നാൾ വരെ എത്തിപ്പെടും. ഉമ്മമാരെ, കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞില്ലേ, നിങ്ങളുടെ പൊന്നിൽ നിന്നൊരു തരി നൽകാൻ വേണ്ടിയിട്ട് ഒരു സഹോദരി ഇവിടേക്ക് ഒരു സ്വർണ്ണമോതിരം സംഭാവന ചെയ്തിട്ടുണ്ട്. ഉമ്മമാരെ, നിങ്ങൾ എത്രയാളുണ്ടെന്ന് എനിക്കറിയൂല. സംഘാടകര് പറയുന്നത് ആണുങ്ങളെക്കാ കൂടുതൽ നിങ്ങളാണെന്നാ. അണിഞ്ഞ സ്വർണത്തിൽ നിന്ന് ഭർത്താവിന് സമ്മതമാണെങ്കിൽ ഒരു തരി പൊന്നഴിച്ചു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എത്ര സ്നേഹമുള്ള മകനാണെങ്കിലും ഖബറിൽ കൂട്ടില്ല, ഭർത്താവാണെങ്കിലും ഖബറിൽ കൂട്ടില്ല. കൂട്ടുള്ളത് സദഖയാ. മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് ഈ സദസ്സിൽ ദുആ ചെയ്യുമ്പോ തന്റെ ഖബറിൽ ഒറ്റ കാണുന്ന ചിന്തയില് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാ പെണ്ണുങ്ങളെ സ്വർണം. അതൊന്നും ഊരാൻ വലിയ ബുദ്ധിമുട്ടാ, വലിയ മനസ്സ് വേണ്ടി വരും ഊരാൻ. ഒരു പൊന്നു സഹോദരി തന്റെ പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അവസാനം പറയാ ഊരി എറിയുകയാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി. ഫാത്തിമ സഹ്റ ബത്തൂൽ ഒരു സ്വർണത്തിന്റെ ആഭരണം അണിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒന്ന് വന്നു നിന്നു. ഒരു തരി പൊന്നില്ലാത്ത പ്രവാചകന്റെ പൊന്നുമോള് റൊട്ടി കാട്ടിയിട്ട് കൈ കുഴഞ്ഞു പോയ മുഹമ്മദ് മുസ്തഫയുടെ പൊന്നുമോള് ഫാത്തിമ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്. മുഹമ്മദ് മുസ്തഫ കല്യാണം കഴിഞ്ഞു പോകുമ്പോ കൊടുക്കാൻ ഒന്നുമില്ലാത്ത പ്രവാചകര് കൈ ആട്ടി കൈ വേദനിച്ച് പൊട്ടിയിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്ന് പരാതി പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ചെല്ലുമോളെ, ദുനിയാവിനെ കൊതിക്കല്ല മുത്തേ എന്ന് പറഞ്ഞ് തിരിച്ചയച്ച മുസ്തഫ എവിടെന്നോ ഒരാഭരണം കിട്ടിയപ്പോ തന്റെ ഉപ്പച്ചി ഒന്ന് സന്തോഷിക്കട്ടെ, തന്റെ വാപ്പയൊന്ന് കണ്ട് സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ട് മുത്തുനബി വന്നപ്പോ ഫാത്തിമ ഈ ആഭരണമെന്ന് കാണിച്ചു കൊടുത്തപ്പോ ഈ
പൊന്നുമോളുടെ ഉമ്മ മരിച്ചതിന് ശേഷം ഒരിക്കൽ പോലും ദേഷ്യപ്പെടാത്ത അള്ളാന്റെ റസൂല് ഫാത്തിമാന്റെ മുഖത്തേക്ക് നേരിയൊരു വൈഷമ്യം പോലും കാണിക്കാത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കൊണ്ട് മുഖമങ്ങ് ചുവന്നു. അവിടുത്തെ ഇടമുഖത്ത് ദേഷ്യമങ്ങ് നിറഞ്ഞു നിന്നു. മുത്തുനബി അങ്ങ് തിരിഞ്ഞു നടന്നപ്പോ ഫാത്തിമ ബീവിക്ക് സങ്കടമായി. എന്താണ് പാപ്പച്ചിക്ക് പറ്റിപ്പോയതെന്നറിയാ. ഓടിച്ചെന്ന് മുത്തുനബിയുടെ മുന്നിൽ നിന്നിട്ട്, വാപ്പാ എന്താണ് പിതാവേ, എന്താണ് ദേഷ്യപ്പെടാ? അല്ലാഹുവിന്റെ റസൂലപ്പോ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, മോളെ ഫാത്തിമ, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാ, നീ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാ. നീട്ട സ്വർണം എനിക്ക് പേടിയാകുന്നു ഫാത്തിമ. ഇത് നാളെ നരകത്തിലെത്തിയാ നിന്റെ വാപ്പാനോട് ജിബ്രീൽ വന്നിട്ട് 2 പർവ്വതങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇത് സ്വർണമാക്കട്ടെ നബിയേ. റൊട്ടി പരത്താൻ മാവില്ലാതെ വിഷമിച്ച അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ, വേണ്ട ജിബ്രീലേ, എനിക്ക് ദുനിയാവ് വേണ്ട എന്ന് പറഞ്ഞ പിതാവിന്റെ മോളാണ് ഫാത്തിമ. നീയെ ആഭരണമില്ലാത്ത പാവങ്ങളായ പെൺകുട്ടികൾ ഒരുപാടുണ്ട്. അവർക്ക് സക്കാത്ത് കൊടുക്കുന്ന ബൈത്തുൽ മാൽ എന്ന് പറയുന്ന മുതലുണ്ട്. എന്റെ മുത്തേ ഫാത്തിമ, ബാപ്പ നിന്നെ കരയിപ്പിച്ചില്ലടി പൊന്നുമോളെ. നിന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ബാപ്പ നിന്റെ കണ്ണുനീര് കണ്ടിട്ടില്ല പൊന്നുമോളെ. നിനക്ക് ബാപ്പാനോട് ഇഷ്ടമാണെങ്കിൽ ഊരി മാറ്റ് മകളെ. ഇതിട്ടിട്ട് ബാപ്പാന്റെ അരികിലേക്ക് വരല്ലേ ഫാത്തിമ. നിന്റെ വാപ്പാക്ക് നിന്നെ കാണാൻ പറ്റൂല. ഊരി എറിഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് സന്തോഷത്തോടെ അഴിച്ചു കൊടുത്തു സയ്യിദ ബീവി ഫാത്തിമ സഹ്റ ബത്തൂൽ. ആ ഫാത്തിമയുള്ള സ്വർഗത്തിലേക്കാ പൊന്നുമോകളെ നിനക്ക് പോകേണ്ടതെങ്കിൽ ഈ വാളിന്റെ മജ്ലിസില് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട്, ഈ മസ്ജിദിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് കൊടുത്തു കയക്കാൻ പറ്റുമോ നിനക്ക്? ഫാത്തിമ സ്വർഗത്തിലെ രാജകുമാരിയാണെന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട മോളുടെ കൂടെ പോകാൻ. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഈ വിഷയത്തിന്റെ തുടർച്ച നാളെ പറയാം. ഇന്ന് വ്യാഴാഴ്ച, വെള്ളിയാഴ്ച രാവാ ദുആയുടെ മജ്ലിസ. അഭിവന്ദരായ തങ്ങളുപ്പാപ്പ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനിരിക്കുകയാണ്. കരുണക്കടലായ തമ്പുരാൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.